സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, നല്ല രാത്രികാലത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു സ്വാഭാവികമായി നിന്റെ സന്നിധാനത്തിൽ ആയിരമാർന്ന് കൊണ്ട് ഒരുക്കിയ സാവകാശത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കടന്നൊരുവൻ ആഗ്രഹിച്ചു വഴിയാതിലായിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെ എത്രയും വേഗം അവിടുന്ന് കൂട്ടി വരുത്തണമേ. നിന്റെ ജനം ഒരുമിച്ച് കടന്നു വന്ന് സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിപ്പാൻ കർത്താവെ ഇവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇവിടെ തന്നെ രാത്രികാലമായി ഈ രാത്രികാലം മാറ്റപ്പെടട്ട്. അനുഗ്രഹത്തിൻ്റെ രാത്രികാലമായി ഈ രാത്രികാലത്ത് എവിടുന്ന് മാറ്റിയാണ്ട് ദൈവമേ സൃഷ്ടിപ്പാനോട് ജനത്തെ ശക്തീകരിക്കണമേ. പാടുവാനും ആരാധിപ്പാനും അവിടുത്തെ ജനത്തിന് കൃപ കൊടുക്കുമാറാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടുതലിന്റെ രാത്രികാലമായി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന രാത്രികാലമായി പരിശുദ്ധാത്മാവിന്റെ കൃപ വെളിപ്പെടുന്ന രാത്രികാലമായി ഈ രാത്രികാലം മാറ്റപ്പെടുവാൻ സ്വർഗമേ അവിടുന്ന് സഹായിക്കണമേ. ദർശന താഴ്വരയിലേക്ക് അവിടെ ഞങ്ങളെ നടത്തുമാറാകണമേ. വെളിപ്പാടുകളെ പ്രാപിപ്പാൻ കൃപാവരങ്ങളെ ജ്വലിക്കപ്പെട്ടവരായി കർത്താവിന് മഹത്വപ്പെടുത്തുവാൻ എല്ലാവരെയും അവിടെ സഹായിക്കണം. രാത്രികാലത്തിന് ജനത്തിന് കൊടുക്കേണ്ട ദൂതുകൾ ആലോചനകളെ രാത്രികാലം ആത്മനിറവോട് പ്രസ്താവിപ്പാൻ അവിടുന്ന് അടിയനെ ശക്തീകരിക്കണമേ. വലിയ വിടുതലയക്കണമേ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കർത്താവിനെ സ്തുതിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ വർഷം ഈ വർഷം തീരാൻ പോവാണ്. കർത്താവ് നമ്മളെ കണ്ട കൃഷ്ണമണി പോലെ കരുതി കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. അതാ കർത്താവ് പറഞ്ഞത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. കർത്താവിന്റെ വചനം. നമുക്ക് ആശ്രയിപ്പാൻ നമ്മുടെ കർത്താവുണ്ട്. അതുകൊണ്ട് നമുക്ക് നാളെക്കുറിച്ചൊരു വിചാരം നമുക്ക് വേണ്ട. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ സാഹചര്യം വിളിച്ചറിയിക്കുമ്പോൾ കർത്താവിനെ സ്തുതിക്കുന്നത് മടി കൂടാതെ. കർത്താവ് എല്ലാവരും ഇരുന്ന് ആരാധിക്കണമെന്നില്ല. എണ്ണിക്കേണ്ടവർക്ക് എണ്ണീറ്റ് ആരാധിക്കാം. സ്വാതന്ത്ര്യം, ആത്മാവിന്റെ സ്വാതന്ത്ര്യം ഈ ഹോളിലുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ സ്തുതിക്കാം. ഉള്ളങ്ങളെ തുറന്ന് അഭിഷേകത്തോടെ ഒരുമിച്ച് സ്തോത്രത്തോടെ സ്തുതികളോടെ ആ സന്നിധിയിലേക്ക് കടന്നു വരാം. അധികാരം ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്റെ ആയുസ്സിൽ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി എന്റെ
ഒരിക്കൽ തിരുമാറിൽ നടത്തിയിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെറിഞ്ഞൊരിക്കൽ തിരുമാറിൽ നടത്തിയിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യത്തെ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യത്തെ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ആഹാ ഇമ്പാവിമ്പാവിമ്പാവിരിയെന്നും ഇമ്പാവേ എൻ ജീവിതത്തിൻ നൗകയിൽ ഞാൻ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പാവിമ്പാവിമ്പാവിരിയെന്നും ഇമ്പാവേ എൻ ജീവിതത്തിൻ നൗകയിൽ ഞാൻ വന്ന നാൾ മുതൽ. ഓടും കാറ്റടിച്ചു അലയുയരും വൻ സാഗരത്തിൻ അലകളിൽ വരും ജീവിതത്തിൽ പടകിലവൻ വരും ശാന്തി എന്ന വചനങ്ങളാ. വരും ജീവിതത്തിൽ പടകിലവൻ ശാന്തി എന്ന വചനങ്ങളാ. ആഹാ ഇമ്പാവിമ്പാവിമ്പാവിരിയെന്നും ഇമ്പാവേ എൻ ജീവിതത്തിൽ നൗകയിൽ ഞാൻ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പാവിമ്പാവിമ്പാവിരിയെന്നും ഇമ്പാവേ എൻ ജീവിതത്തിൽ നൗകയിൽ ഞാൻ വന്ന നാൾ മുതൽ. മാറുകരയിൽ എന്നും ബോധമായി അരുളിയവൻ മറന്നിടുമോ ശിക്ഷകത്തെ മറന്നിടുമോ ശിക്ഷഗണത്തെ. ആഹാ ഇമ്പാവിമ്പാവിമ്പാവിരിയെന്നും ഇമ്പാവേ എൻ ജീവിതത്തിൽ നൗകയിൽ ഞാൻ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പാവിമ്പാവിമ്പാവിരിയെന്നും ഇമ്പാവേ എൻ ജീവിതത്തിൽ നൗകയിൽ ഞാൻ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പാവിമ്പാവിമ്പാവിരിയെന്നും ഇമ്പാവേ എൻ ജീവിതത്തിൽ നൗകയിൽ ഞാൻ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പാവിമ്പാവിമ്പാവിരിയെന്നും ഇമ്പാവേ എൻ ജീവിതത്തിൽ നൗകയിൽ ആഹാ ഇമ്പാവിമ്പാവിമ്പാവിരിയെന്നും ഇമ്പാവേ എൻ ജീവിതത്തിൽ നൗകയിൽ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പാവിമ്പാവിമ്പാവിരിയെന്നും ഇമ്പാവേ എൻ ജീവിതത്തിൽ നൗകയിൽ ജീവിതത്തിൽ നൗകയിൽ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പാവിമ്പാവിമ്പാവിരിയെന്നും ഇമ്പാവേ എൻ ജീവിതത്തിൽ നൗകയിൽ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പാവിമ്പാവിമ്പാവിരിയെന്നും ഇമ്പാവേ ജീവിതത്തിൽ നൗകയിൽ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പാവിമ്പാവിമ്പാവിരിയെന്നും ഇമ്പാവേ ജീവിതത്തിൽ നൗകയിൽ വന്ന നാൾ മുതൽ.
എല്ലാവർക്കും ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കളെ ഹല്ലേലൂയ മിസ്രൈമിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ അവർക്ക് പകൽ ഹല്ലേലൂയ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണായ കർത്താവ് കൂടെ നടന്നു. ഹല്ലേലൂയ അവര് ഹല്ലേലൂയ സംഘത്തിൽ പറയുന്നത് സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്ന ഹല്ലേലൂയോടെ മടങ്ങി വരും. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരും സ്വപ്നം കാണുന്നവരെ പോലെ. അതുപോലെ ഹല്ലേലൂയ കഴിഞ്ഞ ആണ്ടിൽ ഹല്ലേലൂയ ഈ ദൈവം ഹല്ലേലൂയ നമ്മൾ നടത്തിയ വഴികളെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ സ്വപ്നം കാണുന്നവരെ പോലെ ഇനി നമ്മൾ പറയുക വാണ്ട് പ്രഖ്യാപിക്കുക. പക്ഷേ ഈ നഷ്ടങ്ങളല്ല, എല്ലാം ദൈവ നഷ്ടങ്ങളെ ലാഭമാക്കുന്നൊരു കർത്താവ്. ഇനി ഞങ്ങൾ നന്മ മാത്രമേ പ്രാപിക്കുകയുള്ളൂ. വാക്കുകൊണ്ട് ഏറ്റുപറ ഞങ്ങൾ തിന്മകളെ തൊടുകയില്ല, നന്മകൾ മാത്രമേ ഞങ്ങളെ തൊടുകയുള്ളൂ. ഞങ്ങൾ നന്മ പ്രാപിക്കും, ഞങ്ങൾ നന്മ പ്രാപിക്കും. മക്കളെങ്കിൽ അവകാശികളാണ് വാഗോണ്ട് പ്രഖ്യാപിക്കുക. ഹല്ലേലൂയ പ്രഖ്യാപിച്ചു പറ ഹല്ലേലൂയ ഞങ്ങൾ നന്മ പ്രാപിക്കും, നന്മ പ്രാപിക്കും, നന്മ പ്രാപിക്കും. ഏറ്റുപറ ഓരാ ധാരാ ബാബാ നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. കടലോളങ്ങൾ കവരാതിരുവയ്ക്കും, കടലിൽ നിന്നോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾ കവരാതിരുവയ്ക്കും, കടലിൽ നിന്നോടൊപ്പം അധിവസിക്കും. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, വീഴ്ച കാണുവാൻ അവൻ പതിയിരിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, വീഴ്ച കാണുവാൻ അവൻ പതിയിരിക്കും. ബലവാനവൻ നമ്മെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരമതിലഴയും. ബലവാനവൻ നമ്മെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരമതിലഴയും. ശത്രുവിൻ പല നഗരത്തിനാൽ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ. ശത്രുവിൻ പല നഗരത്തിനാൽ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. ഒരു ശാപവും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകയില്ല. ഒരു ശാപവും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകയില്ല. ഇലയാതിൻ വൈരവൻ നിനക്കും അഭിഷേകത്തിൽ കൈകൂർക്കും. ഇലയാതിൻ വൈരവൻ നിനക്കും അഭിഷേകത്തിൽ കൈകൂർക്കും. സത്യനായകൻ നിന്റെ കരം പിടിക്കും, പുതുശക്തിയാൽ അനുദിനം നിറയ്ക്കും. സത്യനായകൻ നിന്റെ കരം പിടിക്കും, പുതുശക്തിയാൽ അനുദിനം നിറയ്ക്കും. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. സർവ്വസന്മയും കളവായി പറയും, നിന്റെ പേർ വഹിക്കുക ഹൃദയർഹിക്കും. സർവ്വതിന്മയും കളവായി പറയും, നിന്റെ പേർ വഹിക്കുക ഹൃദയർഹിക്കും. സത്യനാമം തലമുറ തലമുറയാ എന്നേക്കും ഓർമ്മയിൽ നിലനിന്നിടും. സത്യനാമം തലമുറ തലമുറയാ എന്നേക്കും ഓർമ്മയിൽ നിലനിന്നിടും. ശത്രുവിന്റെ പേരിനി ഓർക്കയില്ല, അവൻ നിന്ന സ്ഥലമിനി കാണുകയില്ല. ശത്രുവിന്റെ പേരിനി ഓർക്കയില്ല, അവൻ നിന്ന സ്ഥലമിനി കാണുകയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ
ദൈവത്തിന്റെ
ശബ്ദമുയർത്തുന്ന പ്രവാഹങ്ങൾ തിരമാലകൾ ഉയർത്തും. ഓ പ്രവാഹത്തിനേക്കാൾ വലിയതായ ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ജീസസ്. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. മന്ത്രിയാം ദൈവം നിത്യതാതനം വീരനാം ദൈവം ഉന്നത ദേവൻ നീതിൻ സൂര്യൻ രാജാധിരാജനം മശിഹാ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം നിത്യതാതനം വീരനാം ദൈവം ഉന്നത ദേവൻ നീതിൻ സൂര്യൻ രാജാധിരാജനം മശിഹാ. ൂടനായി വരും വിരവിൽ തൻ പ്രിയ സുതരെ
തന്നോടു ചേർപ്പാൻ വേഗം വരും യേശുമശിഹ. കൊളക്കോടിതൻ ഭൂതസൈന്യവുമാ കരുടനായി വരും നിതാവിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശുമശിഹ. ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുതമന്ത്രി, ദൈവം, നിത്യപിതാവ്, സമാധാനം പ്രഭുവായവൻ ഈ രാത്രികാലം നമ്മുടെ മധ്യയുള്ളതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായവൻ. ഹല്ലേലൂയ. അറുക്കപ്പെട്ട കുഞ്ഞാട് ഈ രാത്രികാലം നമ്മുടെ മധ്യയുള്ളതിനാൽ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ ഈ രാത്രികാലം നമ്മുടെ മധ്യ കടന്നു വന്നിരിക്കുക. നമുക്കവനെ മഹത്വപ്പെടുത്താം. തകർക്കുന്ന രാജാവ് ഈ രാത്രികാലം പൈശാചികളെ കോട്ടകളെയൊക്കെയും തകർത്ത രോഗബന്ധനങ്ങളെ അഴിച്ച് ദൈവജനത്തിന് വിടുതൽ കൊടുക്കുന്ന ദൈവത്തിന് വലിയ സാന്നിധ്യം ഈ രാത്രികാലം നമ്മുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. നമുക്കവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഉയരത്തിലെ ശക്തി, ഹല്ലേലൂയ, അത്യുന്നത ശക്തി രാത്രികാലം മൺകൂടാരങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കവനെ സ്തുതിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയ. Praise the Lord. Hallelujah.
നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിൽ താണിരിക്കുമ്പോൾ ആമേൻ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം രണ്ടാം ദിവസം രാത്രികാലം നാം ആയിരിക്കുന്നല്ലോ. സഭായത്തോടും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ കടന്നു വന്ന് കർത്താവിനെ ആരാധിപ്പാൻ അവിടെ നമുക്ക് സാവകാശത്തെ ഒരുക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ രാത്രികാലത്തെ തുടർന്നുള്ള മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായിട്ട് ജെസലിൻ സിസ്റ്ററും ആമേൻ സ്തോത്രം പെപ്സി സിസ്റ്ററും പ്രാർത്ഥിച്ചാട്ട് സഹോദരന്മാർ ആമേൻ പുറകിലുള്ള സഹോദരന്മാർ രണ്ടുപേരെ പ്രാർത്ഥിച്ചാട്ട് സ്തോത്രം. ജീസസ്. പരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഇന്നലെ രാത്രി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വീണ്ടും ഒരു രാത്രികാലം സഭായോഗമായി കൂടി വരുവാൻ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസം രാത്രികാലം ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ. 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടുന്നു അവരുടെ മധ്യ ഞാനുണ്ട് നരളി ചെയ്ത ദൈവമേ, ഞങ്ങളുടെ മധ്യ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ച, കഴിഞ്ഞ വർഷക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവത്തിനായിരം ഞങ്ങളുടെ കഴിവോ പിടുക്കോ സാമർഥ്യമോ ഒന്നുമല്ല കർത്താവേ. ദൈവം ഞങ്ങളെ നടത്തി ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളെ പോലെ അനേക ആയിരങ്ങൾ മരണം വഴിയായ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ, അനേകർ കഷ്ടത്തിലും ദുഃഖത്തിലും സന്തോഷത്തോടെ സമാധാനത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ഞങ്ങളെ ഇത് കൊണ്ടുവന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എത്ര നന്ദി പറഞ്ഞാലും മതിവരില്ല കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത സകല ഉപകാരങ്ങൾ ദൈവത്തിന് കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന് ആയിരം നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ കാലിനെ വീഴ്ചയെന്ന് പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് ആയിരം നന്ദി അർപ്പിക്കുന്നു കർത്താവേ. വീണ്ടും ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ മധ്യ ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളതിനായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് കർത്താവേ പാടുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നതിനായി സ്തോത്രം. ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം കർത്താവേ. ഈ രാത്രികാലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിന്മേലും ദൈവത്തിന് മറുപടി കാണുന്ന സന്തോഷിപ്പാൻ ദൈവമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്നത്തെ ആരാധന ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ ആദ്യോടൊന്നും ദൈവസാന്നിധ്യം ഞങ്ങളോടുകൂടി ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവത്തിന്റെ കൃപ ഞങ്ങളോടുകൂടി ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ ഞങ്ങൾക്ക് നല്ല സങ്കീർത്തനങ്ങളെ നൽകി തരുമാറാകണമേ. ദൈവത്തിന്റെ കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നല്ല സാക്ഷ്യങ്ങളെ നൽകി തരണമേ. നല്ല പ്രബോധനങ്ങളെ നൽകി തരണം കർത്താവേ. ഒരു സാക്ഷി ഉളവാക്കുന്നതായി തീരുവാൻ ദൈവയുടെ ആക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവവചന ശുശ്രൂഷ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാം സന്തോഷമായി നടക്കുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ ദൈവസ്ഥാനത്താൽ ദൈവത്തിന്റെ സന്നിധി ബോധത്താൽ ഞങ്ങളെ ഇരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. ദൈവമേ അവരെല്ലാം ക്രിസ്തുവിൽ കാണപ്പെടുവാൻ, ദൈവമേ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായി തീരുവാൻ ദൈവരുടെ ആക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കണ്ടുവന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം കർത്താവേ. ഏതെല്ലാം ആവശ്യങ്ങളുടെ മുഖത്ത് ദിവസങ്ങളായിരിക്കുന്നുവോ അത് ആവശ്യങ്ങളെല്ലാം ദൈവം അറിഞ്ഞുമായിരിക്കണമേ. ഞങ്ങളെ അറിയുന്ന നല്ല ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓരോ ദിവസവും ഞങ്ങൾ നടത്തണമേ. ദൈവമേ ഏതെല്ലാം വിഷയത്തിന് മുഖത്ത് ആയിരിക്കുന്നു 2025 അത് കർത്താവേ ഒരു മറുപടിയുടെ ദിനങ്ങളാക്കി ദിവസങ്ങൾ തീർക്കുമാറാകണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വീണ്ടും ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ദൈവം ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുപ്പച്ചാന്തിന്റെ കരങ്ങളേൽപ്പിന്ന് കടന്നു വരാൻ ആഗ്രഹം ഉണ്ടായിട്ടും കഴിയാത്തവര്, ഭവനത്തിലായിരിക്കുന്നവര്, വിവിധ പ്രദേശങ്ങളായിരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കണമേ. ഏതെല്ലാം വിഷയത്തിന് മുഖത്തവരായിരിക്കുന്നുവോ അവരെല്ലാം മധ്യത്തിൽ ദൈവസ്ഥാനത്ത് ഇറങ്ങി ചെല്ലുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നാട്ടിലേക്ക് കടന്നു പോകുന്നവരുണ്ട് അവരുടെ എല്ലാം വഴിയാത്രയിൽ ദൈവസ്ഥാനം കൂടി ഇരിക്കണമേ. നാട്ടിലായിരിക്കുന്നവരുണ്ട് അവരെല്ലാം ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവകൃപയാൽ ദൈവസ്ഥാനത്ത് ഞങ്ങൾ എല്ലാവരും നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ വന്ന പോലെ അല്ല ഇരട്ടി അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകുവാൻ ഇവിടെ ആക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ ദൈവത്തിൽ ചിലതൊക്കെ പ്രാപിച്ച് ദിവസങ്ങൾ മടങ്ങി പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു, ദൈവം ഞങ്ങൾക്ക് വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നത് പറയത്തക്ക രീതിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ ദിവസങ്ങളിലുള്ള സഭയോടുള്ള എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറുവാൻ ദൈവം ആക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്
എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്വർഗ്ഗം നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു വെള്ളിയാഴ്ച ദിവസത്തിനായി സ്തോത്രം കർത്താവേ. ഈ വർഷത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. സ്തോത്രം സ്തോത്രം. ആരാധനയായി കർത്താവെ, ഉപവാസത്തോടെ ഞങ്ങളുടെ 2-ാം ദിവസം ഞങ്ങൾ കർത്താവെ അറിയുന്ന കർത്താവെ, ഞങ്ങളുടെ ഹൃദയഭാരങ്ങളെ ദൈവം അറിയുന്ന ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങേക്ക് പ്രസാദമുള്ള ഒരു ആരാധന കഴിപ്പാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തരോടും അങ്ങ് ഇടപെടുമാറാകണമേ എന്ന് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സാക്ഷിയിലൂടെ എല്ലാം ദൈവം ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു സാക്ഷി ജീവൻ കൊടുക്കുന്ന സാക്ഷികളെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വർഷം കർത്താവെ ഞങ്ങളെ നടത്തിയല്ലോ, ഞങ്ങളെ പരിപാലിച്ചല്ലോ, ഞങ്ങളെ നടത്തിയ എല്ലാ വിധങ്ങൾക്കുമായി സ്തോത്രം കർത്താവേ. ഞങ്ങളെ എണ്ണത്തിൽ കുടഞ്ഞു പോകാതെ വണ്ണം ദൈവം ഞങ്ങളെ സൂക്ഷിച്ചല്ലോ. ആരോഗ്യത്തോടെ ബലത്തോടെ ഞങ്ങളെ കടന്നുപോയ അവസ്ഥയിലെല്ലാം ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. കാലിടറിയെങ്കിലും വീഴാതെ ഞങ്ങളെ സൂക്ഷിച്ചല്ലോ കർത്താവേ. കരം പിടിച്ച് ഞങ്ങളെ എഴുന്നേൽപ്പിച്ച വിധങ്ങൾക്കായി സ്തോത്രം കർത്താവേ. നാളുകൾ കർത്താവേ ഞങ്ങളുടെ സന്നിധിയിൽ കർത്താവേ പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ അങ്ങ് സ്നേഹിപ്പാൻ, ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാക്കുകളിലോ ഞങ്ങളുടെ ചിന്തയിലോ പ്രവർത്തനങ്ങളിലോ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ കണ്ടുണരുവാൻ ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും ഞങ്ങളുടെ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി, പുതിയ ബലം കർത്താവേ ഞങ്ങളുടെ മേൽ കർത്താവേ ഇറങ്ങുവാൻ നാളുകൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഉപവാസ പ്രാർത്ഥനകൾ ഓരോ ദിവസവും കർത്താവേ ഞങ്ങളുടെ വരവിനോ ഞങ്ങളെ ഒരുക്കുന്നതായിരിക്കാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭൗമികമായി മാത്രമല്ല ആത്മീകമായും കർത്താവേ അടിയങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് ഞങ്ങളെ കൊണ്ടുവന്ന് ഇത്രത്തോളം നിലനിർത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി സ്തോത്രം കർത്താവേ. അനേക പ്രയാസങ്ങളിലൂടെ അനേകരും കടന്നുപോയി കർത്താവേ, എങ്കിലും ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം. പിന്നെ അങ്ങയുടെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോ നിമിഷവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കാൻ, അങ്ങയുടെ നാമമഹത്വത്തിനായി മാത്രം ഇരിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല കാര്യങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൊണ്ടുവന്ന ഓരോരുത്തരും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വരാൻ ആഗ്രഹിച്ചിട്ടും കർത്താവേ അതിനുള്ള സാഹചര്യങ്ങളില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഏൽപ്പിക്കുന്നു. അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടുവാൻ സ്വർഗ്ഗടയാകും. മാനമഹത്വം കർത്താവെടുക്കും. യേശുനാഥിലെ വേഷങ്ങൾക്കണം സ്വർഗ്ഗ നല്ല പിതാവേ. ആമേൻ. ജയവേർ പ്രാർത്ഥിച്ചാട് സ്തോത്രം. സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനും നീതിനും ഞങ്ങളെ കൂടാതെ സ്വർഗ്ഗ പിതാവേ, നല്ല ദൈവമേ അപ്പാ, അപ്പാ ഈ നല്ല രാത്രി കാലത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആരാധനയായപ്പാ അങ്ങയുടെ പൈതങ്ങള്, അങ്ങയുടെ മക്കൾ ദൈവമേ അപ്പാ, ദൈവം ഞങ്ങളുടെ പാദപീഠത്തിൽ അടുത്ത് വരുമ്പോൾ അപ്പാ സ്വർഗം അപ്പാ തുറക്കുന്ന കാഴ്ച ദൈവമേ ഞങ്ങൾ കാണുവാനും, ദൈവം ഞങ്ങളുടെ സാന്നിധ്യം അപ്പാ ഞങ്ങളുടെ ഇടയിൽ ദൈവമേ ഉലാത്തുന്നത് ദൈവമേ അപ്പാ ഓരോ ഉള്ളങ്ങളും തിരിച്ചറിയുവാനും, ദൈവമേ ഞങ്ങളുടെ ശരീരങ്ങൾ പോലും അതിന്റെ പ്രതിഫലങ്ങൾ കാണുവാനും അപ്പാ സ്വർഗം ഇവിടെ ആക്കിയ കൃപകൾക്കായി സ്തോത്രം. അപ്പാ ഞങ്ങളുടെ പാട്ടുകളില് അപ്പാ ഞങ്ങളുടെ ആവശ്യ ആരാധനയിലെല്ലാം ദൈവമേ അങ്ങയുടെ സാന്നിധ്യം അപ്പാ ഞങ്ങളോടൊപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞങ്ങളോടൊപ്പമായിരിക്കുന്ന മഹാദയോർത്ത് അപ്പാ അങ്ങയുടെ വിശ്വസ്തയോർത്ത് അങ്ങയുടെ കരുണയോർത്ത് നന്ദി ഹൃദയത്തോടെ അപ്പാ ദൈവമേ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അപ്പാ ദൈവമേ നടക്കുന്ന ഞങ്ങളുടെ അപ്പാ ആരാധനാക്രമങ്ങളെല്ലാം ദൈവമേ ആത്മാവിന്റെ ഈ ചലനത്തിൽ തന്നെ ദൈവമേ സാന്നിധ്യം തന്നെ ഞങ്ങളെ മറയ്ക്കുമാറാ ണമേ അപ്പാ. ഹല്ലേലൂയ. ഞങ്ങളുടെ യഹോവ ഒരു യുദ്ധവീരനെ പോലെ ആലോചന ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു യോദ്ധാവിനെ പോലെ ഞങ്ങളുടെ യഹോവ ഞങ്ങളുടെ പിതാവ് പുറപ്പെടുമെന്ന് ഞങ്ങൾ കേട്ടല്ലോ. അവസ്ഥകളിലെല്ലാം അപ്പാ മരുഭൂമിയുടെ അവസ്ഥകളിലെല്ലാം ദൈവമേ അപ്പാ അത്ഭുതം പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് കഴിഞ്ഞൊരു വർഷക്കാലം അപ്പാ ഞങ്ങളെ കടന്നു പോകുന്നു അപ്പാ
ഹല്ലേലൂയ. ജീവനോടെ ദൈവമേ ഈ ദേശത്ത് ഞങ്ങൾ നിർത്തിയ വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു അപ്പാ. അപ്പാ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയെ അപ്പാ ഓരോ ദിവസവും അപ്പാ ഞങ്ങൾ കഴിവുകൾ പ്രാപിച്ച് ഞങ്ങളുടെ സന്നിധിയിൽ കൂടുതൽ അടുക്കുവാൻ തക്ക കൃപ ദൈവമേ ഞങ്ങളുടെ മേൽ പൊരുതിമാറാകണമേ. നാട്ടിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ, കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ എല്ലാം അങ്ങ് തൃക്കരങ്ങൾ നൽകി തരുന്നു അപ്പാ. ഞങ്ങളുടെ പ്രാർത്ഥന അവർക്ക് അപ്പാ കോട്ടയായിരിക്കുമാറാകണമേ അപ്പാ. അങ്ങയുടെ രക്തക്കോട്ടയ്ക്കുള്ളിൽ എല്ലാവരെയും മറയ്ക്കുമാറാകണമേ അപ്പാ. അതുകൊണ്ട് ഞങ്ങളുടെ കൃപയിലും സാന്നിധ്യത്തിലും ഞങ്ങളെ മറച്ചു കൊള്ളുമാറാകണമേ അപ്പാ. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. ധന്യമുള്ള യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ജീവൻ പേര് പ്രാർത്ഥിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളെ അളവിടെ സ്നേഹിക്കുക ഞങ്ങളുടെ നല്ല പിതാവേ, നിനക്ക് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. ഈ രാത്രി ദൈവമേ ഞങ്ങൾക്ക് കടന്നു വരുവാൻ നൽകി നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ നല്ല ആരാധനകളെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നല്ല പാട്ടുകളെ തന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ദൈവമേ ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങുന്നതിനായി ദൈവമേ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നല്ലതിനെ ഒന്ന് ദൈവമേ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ ഈ ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ പുതുവർഷത്തിൽ ഞങ്ങളുടെ പുതിയ ജീവിതത്തിൽ ദൈവമേ പുതിയതൊന്ന് കാണുവാൻ ദൈവം ഇടയാക്കണം കർത്താവേ. വെറുതെ വന്ന് വെറുതെ മടങ്ങി പോകുന്നവരായി തീരുവാനല്ല കർത്താവേ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ദൈവമേ പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിച്ച് മടങ്ങി പോകുന്നവരായി തീരുവാൻ ദൈവവചനത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവമേ ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ കാഴ്ചക്കാരായി ദൈവമേ നിൽപ്പാനല്ല പകർന്നു കൊടുക്കുന്നവരായി തീരുവാൻ ഈ ദേശത്ത് ദൈവമേ ഞങ്ങളുടെ ചർച്ച ദൈവമേ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ ചർച്ച ദൈവമേ ഈ ദേശത്തിന് ഒരു അനുഗ്രഹമാക്കി ആലോചനകൾ ഈ ദേശത്ത് അറിയിക്കുവാൻ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരും എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലെ കടമകളെ ഞങ്ങൾ പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഏത് വഴി നടത്തുന്നു ആ വഴി നടക്കുന്നവരായി ദൈവവചനം ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനേകർക്ക് ഞങ്ങൾ ദൈവമേ ഒരു വഴികാട്ടികളായി തീരുവാൻ അനേകർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരും ഈ ദേശത്ത് നിലനിർത്തുന്നുവെങ്കിൽ കർത്താവേ നീ ഞങ്ങളെ കുറിച്ച് എന്ത് കാണുന്നു ദൈവമേ, നീ ഞങ്ങളെ കുറിച്ച് എന്ത് അറിയുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുവാൻ തിരുവചനത്തിന് ആഴത്തിൽ നിന്ന് ദൈവമേ ശ്രമിക്കുവാൻ ദൈവമേ ഞങ്ങളെ ഇടയാക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആർക്കെങ്കിലും കടന്നു വരുവാൻ കഴിയാതെ ഭവനത്തിലായിരിക്കുന്നുവെങ്കിൽ ദൈവമേ അവർ അവസ്ഥകളെ അറിയുന്നല്ലോ കർത്താവേ. അവർക്ക് അവിടെ ദൈവമേ സൗഖ്യത്തെ നൽകി ഇവിടെ ദൈവമേ സംസാരിക്കുന്ന വചനം ദൈവമേ അവരുടെ ഹൃദയത്തെ അവിടെ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആരെങ്കിലും രോഗത്താലായിരിക്കുന്നുവെങ്കിൽ ദൈവമേ സൗഖ്യത്താൽ മടങ്ങി പോകാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കടന്നു വന്ന് ഓരോരുത്തരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. നല്ല വചനങ്ങളെ ഞങ്ങൾക്ക് തരുവാൻ ദൈവമേ നല്ല സങ്കീർത്തനങ്ങളെ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ ആവശ്യങ്ങളും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. മറുപടി നൽകി തരുന്നതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രികാലത്ത് തുടർന്നുള്ള മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി 121-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. Psalms 121, 121-ാം സങ്കീർത്തനം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാനവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നും വരുന്നേക്കും പരിപാലിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. How great the chasm that lay between us, how high the mountain I could not climb. In desperation I turned to heaven to watch your name into the night. Then through the darkness your loving kindness tore through the shadow
Yours are spoken, I am forgiven. The King of Kings calls me his own. Beautiful Savior, I'm yours forever. Jesus Christ, my living hope. Praise Lord. Romans 13 verse 12. The night is far gone and the day is at hand, so let us cast off the works of darkness and put on the armor of light. Amen. ആമേൻ. Praise Lord, my son, hear the instruction of your father, and do not forsake the law of your mother, for their graceful ornament on your neck and chain about your neck. ആമേൻ. Praise the Lord. Thank you, Lord, for wonderful day. Thank you, Lord, for helping me. Ephesians 4 verses 32. Be kind to one another, tender heart, forgive one another as God in Christ forgive you. Please pray for me and my parents. Praise Lord. Praise the Lord. Acts 4 verse 12. There is a salvation in no one else, for there is no other name under heaven given among men by which we must be saved. I am traveling to India this night. Please pray for me and my family. Praise the Lord. Praise the Lord. There is salvation in no one else, for there is no other name given under heaven for given among men by which we must be saved. Acts 4 verses 12. ആമേൻ. Praise the Lord. Blessed are the pure in heart, for they shall seek the Lord. Matthew 5 verse 8. Please pray for me and my family. Praise the Lord. Is my shepherd. ആമേൻ. John 14 verse 13 to 14. Whatever you ask, I will do, so that the Father may be glorified in the Son. Whatever you ask in my name, that I will do. Praise the Lord. Praise the Lord. I am the way, the truth, and the life. No one comes to the Father except through me. John 40 verse 6. Praise the Lord. Your word is not a feet, day to be a path. Psalms 109 verse 105. Please pray for me and my family. ആമേൻ. Whatever you do, do everything for the glory of God. Shaya 41 verses 10. Please pray for me and my family. Praise the Lord. Praise the Lord. Therefore, no condemnation for those who are in Christ Jesus. Romans 8 verses 1. Please pray for me and my family. Praise the Lord. Praise the Lord. He is Lord our God. His churches are in all the earth. Psalms 88 verse 1. Please pray for me and my family. Praise the Lord. The Lord beside me, there's no sin. Please take me and my family. Praise the Lord. Praise the Lord. I am the way, the truth, and the life. No one comes to the Father except through me. John 14 verse 6. Praise the Lord. If you shall 1,000 may fall at your side, 10,000 at your right hand. Please pray for me and my family. Praise the Lord. Praise the Lord. If you shall ask anything in my name, I will do it. John 14 verse 14. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. ഈ ദുഷ്ടലോകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി, അഭിഷേക്തരായി, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി, സ്വർഗീയ ജ്ഞാനം ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളായി കുഞ്ഞുങ്ങളെല്ലാം വളർന്നു വരേണ്ടതിനായിട്ട് നമുക്കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. രാത്രികാലം പൈതങ്ങൾ നിറയും. ആമേൻ. സ്തോത്രം. സാറമോളും ആമേൻ നാട്ടിലേക്ക് കടന്നു പോകുന്നല്ലോ. കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി, അവരുടെ യാത്രയെല്ലാം കർത്താവ് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ാണ് ഈ രാത്രികാലം വായിച്ചു കേട്ടത്. സ്തോത്രം. ഒരു വിശ്വാസിയുടെ വിഷമ വേളകളിൽ, പ്രയാസത്തിൻ്റെ വേളകളിൽ, കഷ്ടത്തിൻ്റെ വേളകളിൽ, ദുഃഖത്തിൻ്റെ വേളകളിൽ ആമേൻ സ്തോത്രം അവൻ്റെ കണ്ണുകൾ ഉയർത്താനുള്ളത്. ആമേൻ സ്തോത്രം. ഇന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞ പ്രകാരം ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ആമേൻ. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയുണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പർവ്വതത്തിന് മുകളിൽ നിന്നാണ് ദൈവമക്കൾക്ക് സഹായം വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ.
അത് ഏത് പർവ്വതമാണെന്ന് പറയാമോ? സിയോൻ പർവ്വതം. ഹല്ലേലൂയ. ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ദൈവം ആമേൻ ഉയരം കണ്ട മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു. അവിടെയാണ് കർത്താവ് വസിക്കുന്നത്. അവിടെ നിന്നാണ് ദൈവത്തിന് ജനത്തിന് സഹായം ലഭിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി പർവ്വതത്തിന് മുകളിൽ ആമേൻ ആമേൻ മട്ടൂറിയ വീഞ്ഞു മൃഷ്ടാന്ന ഭോജനവും കരുതി വെച്ചിരിക്കുക. നിനക്ക് വിശക്കുന്ന വേളയിൽ, ദാഹിക്കുന്ന വേളയിൽ ആമേൻ ഹല്ലേലൂയ, നിന്റെ പ്രയാസങ്ങളുടെ നടുവിൽ ആമേൻ അടുത്ത് ചെല്ലുവാനുള്ള ഒരാശ്രയമാണ് സകലത്തെയും സൃഷ്ടിച്ചവനായ നമ്മുടെ രക്ഷകനായ യേശു തമ്പുരാൻ. ഹല്ലേലൂയ. 123 സങ്കീർത്തനത്തിന്റെ 1 വാക്യം ഒന്ന് വായിച്ചാൽ, സ്വർഗ്ഗത്തിൽ വസിക്കുന്നതിനായുള്ളവേ, സ്വർഗ്ഗത്തിൽ വസിക്കുന്നതിനായുള്ളവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു, നിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും, ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം. ആമേൻ. സ്തോത്രം. അല്പസമയം നോക്കി ക്ഷീണിച്ചു പോകുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആമേൻ. അവൻ നമ്മോട് കൃപ ചെയ്യുവോളം ആമേൻ തത്സമയത്ത് കരുണ ലഭിപ്പാനും സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി കൃപാസനത്തിലേക്ക് അടുത്തു വരുമെന്ന് അവൻ അരുളി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പൈതലേ, നിനക്കും എനിക്കും നോക്കുവാനുള്ളത് ആമേൻ സകലത്തെയും ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിലേക്കാകുന്നു. അവൻ ഇരിക്കുന്ന പർവ്വതത്തിലേക്ക് ഞാനും നീയും കണ്ണുകൾ ഉയർത്തുവാൻ തയ്യാറായാൽ ഹല്ലേലൂയ, ഒരിക്കലും മറുപടി ലഭിക്കാതെ ഇരിക്കയില്ല. 124:8 വായിച്ചാട്ട്, നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലാണ് ദൈവജനത്തിന്റെ സഹായം ഇരിക്കുന്നത്. അവന്റെ നാമത്തിൽ നാം എന്ത് ചോദിച്ചാലും ആമേൻ സ്തോത്രം. ഭൂമിയിൽ 2 പേരും ഐക്യബന്ധപ്പെട്ട് ചോദിക്കുന്ന ഏത് കാര്യത്തിനും മറുപടി തന്ന് നമ്മെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞൊരു കർത്താവ് ഇന്ന് രാത്രിക്കാർ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ വിഷയം ദൈവത്തിനൊരു വിഷയമല്ല, നിന്റെ പ്രശ്നം ദൈവത്തിനൊരു പ്രശ്നമല്ല. ആമേൻ. നിന്റെ ബുദ്ധിമുട്ട് ദൈവത്തിനൊരു പ്രശ്നമല്ല. നിന്റെ സാമ്പത്തികമായ വിഷയങ്ങൾ ദൈവത്തിനൊരു പ്രശ്നമല്ല. സ്തോത്രം. ഹല്ലേലൂയ. ദരിദ്രന്മാരായിരുന്ന നമ്മയൊക്കെയും സമ്പന്നന്മാരായി തീരുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ ദരിദ്രനായി തീർന്നു. അതുകൊണ്ട് ഞാനും നീയും ഇനിയും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ആയിരിക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നന്മകളെ പ്രാപിച്ച്, അനുഗ്രഹങ്ങളെ പ്രാപിച്ച്, വിടുതലുകളെ പ്രാപിച്ച് ആമേൻ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾ ദൈവജനത്തിന് ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ. നിന്റെ ഭൂമി ആമേൻ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, നിനക്ക് നന്മ വരും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അധ്വാന ഫലം ആരും അപകരിച്ചുകൊണ്ട് പോകുവാൻ ദൈവം അനുവദിക്കില്ല. നമ്മുടെ കൈകളുടെ പ്രവൃത്തികളൊക്കെയും സാധിപ്പിച്ചു ദൈവത്തിന് മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. സങ്കീർത്തനം അതിന്റെ 3 വാക്യം വായിച്ചാട്ട്, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. നിന്റെ യാത്രാവേളയിൽ നീ കടന്നു പോകുന്ന സ്ഥാനങ്ങൾ, നിന്റെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന സ്ഥാനത്തിൽ ഹല്ലേലൂയ പതിയിരിക്കുന്ന സിംഹത്തിൻ്റെയും അണലിയുടെയും ഒക്കെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു തമ്പുരാൻ. സ്തോത്രം. 40-ാം സങ്കീർത്തനം എന്നെടുത്താട്ട്, 40-ാം സങ്കീർത്തനം അതിന്റെ 2-ാം വാക്യം വായിച്ചാണ്, നാശകരമായ കുഴിയിൽ നിന്നും, നാശകരമായ കുഴി, നീ കടന്നു പോകുന്ന സ്ഥാനങ്ങളിലൊക്കെ കുഴി ഉണ്ടായിരിക്കുക. നാശകരമായ കുഴി. സ്തോത്ര. നിന്നെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന കുഴി, നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. ആ പാറ ആരായിരുന്നു? ക്രിസ്തുവാം പാറമേൽ
നാശകരമായ കുഴിയിൽ നിന്നു, കുഴഞ്ഞ ചേറ്റിൽ നിന്നു നമ്മെ കയറ്റി. സ്തോത്രം. ഹല്ലേലൂയ. ഓ, ഉറപ്പുള്ള പാറയിന്മേൽ നിർത്തുവാൻ തക്കവണ്ണം അവന് നമ്മോട് കരുണ തോന്നിയതിനായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആമേൻ. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കില്ല. സ്തോത്രം. അതവന്റെ വാഗ്ദത്തമാണ്. ദൈവത്തിന്റെ പൈതലേ, ആമേൻ, നീതിയോടും വിശ്വസ്തയോടും കൂടെ ജീവിക്കുന്ന, ആമേൻ, വിശുദ്ധിയോടെ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകൾ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടിയാലും ബാലസിംഹവും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയും. സ്തോത്രം. അതൊന്നും ഒരു ദോഷവും നിനക്ക് വരുത്തുകയില്ല. സ്തോത്രം. ആമേൻ. നിന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. നിന്നെ മയങ്ങാതെ ഉറങ്ങാതെ കാക്കുന്ന ഒരു ദൈവമാണ് എൻ്റെയും നിന്റെയും ദൈവം. ആമേ. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴോ പകൽ യാത്ര ചെയ്യുമ്പോഴോ ജോലി സ്ഥാനങ്ങളിലോ നാം പോകുന്ന സ്ഥാനങ്ങളിൽ ഒക്കെയും കണ്ണിൻ്റെ മണി പോലെ നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ അവർക്ക് ചുറ്റും തീമതിലായിരിക്കും എന്നരുളി ചെയ്ത, ആമേൻ, ഒരുവന്റെ മക്കളും പ്രിയ മക്കളുമാണ്. സ്തോത്രം. അവന്റെ കൺമണിയെ തൊടുവാൻ അവൻ ആരെയും അനുവദിക്കുന്ന ദൈവമല്ല. സ്തോത്രം. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് വരുന്നേക്കും അവൻ പരിപാലിക്കും. ഹല്ലേലൂയ. നീ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അവന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. സ്തോത്രം. ഇസ്രായേൽ മക്കളെ, ആമേൻ, മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാള് മുതൽ, ആമേൻ, സ്തോത്രം, കനാൻ ദേശത്ത് കൊണ്ട് എത്തിക്കും വരെയും അവരോട് കൂടെ നടന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം, മോശയോട് വാഗ്ദത്തം ചെയ്ത ആ ദൈവത്തിന്റെ സാന്നിധ്യം എന്നോടും നിന്നോടും കൂടെ പോരും. ഹല്ലേലൂയ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തവൻ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവ് ഈ രാത്രികാലം നമ്മുടെ മധ്യേ ഉള്ളതിനാൽ നമുക്കവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് പാട്ട് പാടി സ്തോത്ര കാഴ്ച എടുത്തതിന് ശേഷം അല്പസമയം ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ്, ആമേൻ, യാദൃച്ഛികമായി ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യമുണ്ടല്ലോ. ആമേൻ. സ്തോത്രം. അദ്ദേഹത്തിന് സാക്ഷ്യത്തിനും അല്പസമയത്തെ പ്രബോധനത്തിനുമുള്ള സമയമുണ്ട്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. Praise the Lord. Hallelujah. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ചെറുതിലും വലുതിലും വിശ്വസ്തനായി, ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ചെറുതിലും വലുതിലും വിശ്വസ്തനായി, അളവിലും കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ, അളവിലും കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ മഹത്വത്തിനായി നിക്ഷേപമേകി, മഹത്വത്തിനായി നിക്ഷേപമേകി. മഹത്വമേ, മഹത്വമേ, മരണത്തെ ജയിച്ച
ഇനിയുള്ള ആണ്ടുകളിലും ഞാൻ വാഴുന്നതും ജീവന് തൃപ്തി വരും സമാധാനത്താൽ. മുൻപു ഞാൻ അറിഞ്ഞതിലും മാറ്റരമായ മാറ്റത്താൽ, മുൻപു ഞാൻ അറിഞ്ഞതിലും മാറ്റരമായ മാറ്റത്താൽ ദീർഘദൂരമോടിടും ഞാനും, ദീർഘദൂരമോടിടും ഞാനും. മാറ്റമേ മാറ്റമേ മരണത്തെ ജയിച്ച മാറ്റമേ, മാറ്റമേ മാറ്റമേ പെൺപടയായി വരുന്ന മാറ്റമേ, മാറ്റമേ മാറ്റമേ മരണത്തെ ജയിച്ച മാറ്റമേ, മാറ്റമേ മാറ്റമേ പെൺപടയായി വരുന്ന മാറ്റമേ. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷികളെ, രാത്രികാലം കർത്താവ് എഴുന്നേൽപ്പിച്ചുവല്ലോ. സാക്ഷ്യം പറയാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കുമായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരുടെയും ആവശ്യങ്ങളെയും കർത്താവ് നടകൊള്ളേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. രാത്രികാലം ആമേൻ അനുഗ്രഹിക്കപ്പെട്ട സംഗീതം വായിച്ചു കേൾക്കുവാൻ കർത്താവ് സഹായിച്ചുവല്ലോ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർന്ന എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് വരുന്നു എന്ന പ്രകാരം ആമേൻ സ്തോത്രവചനത്തിൽ വിശ്വസിച്ചു മുന്നേറുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അർപ്പിക്കപ്പെട്ട സ്തോത്രരാജ്യക്കായ ദശാംശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അമർത്തി കുലുക്കി വലിയൊരളവിൽ കർത്താവ് എല്ലാവർക്കും മടി കൊടുത്ത് മാനിക്കേണ്ടതിനായി കർത്താവിന് വേണ്ടി അധികമായി ചിലവാകുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നാട്ടിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെയൊക്കെയും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് സൂക്ഷിക്കേണ്ടതിനായി പരിപാലിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. തുടർന്നുള്ള ശുശ്രൂഷയും കർത്താവ് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എവർ പ്രാർത്ഥിച്ചാട്ട്. ദൈവസാനത്തിന്റെ മറുപടികളെ മറിച്ചിരുന്നതിലൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന രോഗഭാരത്താൽ ഭവനങ്ങളിലായിരിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അത്ഭുത വിടുതൽ അവിടെ സംഭവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. ഈ ഹവാന്റെ അവസാനം വരെ ഞങ്ങളെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കരുതി കർത്താവിന്റെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. കണ്ണിന്റെ കൃഷ്ണമണി ഞങ്ങളെ കരുതിയത് കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. ഞങ്ങൾ ആവശ്യമായ ചെറുപലും ആവശ്യങ്ങൾ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന സ്വർഗ്ഗ ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. ഹല്ലേലൂയ. ദേവദാസനോട് നല്ല വചനങ്ങൾ ഞങ്ങൾ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. ആത്മീയ വർദ്ധന രീതിയിൽ ഹല്ലേലൂയ വചനം ഹല്ലേലൂയ സ്തോത്രങ്ങളിലേക്ക് ഹല്ലേലൂയ വെളിപ്പെട്ട് വരുവാൻ സ്വർഗ്ഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. സർവ്വമഹത്വം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയിൽ ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ വിലയേറിയ ദേവദാസനോടും വിശുദ്ധ ജനങ്ങളോടും ദേശനിലായിരിക്കാൻ ദൈവം അവസരം ഒരുക്കിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ടോണി പാസ്റ്റർ ചർച്ചിലെ മീറ്റിങ്ങിന് വന്നപ്പോൾ കർത്താവിൻ്റെ ദാസനെ ഇങ്ങോട്ട് വരുന്ന കണ്ടു. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ പറഞ്ഞു, കർത്താവിൻ്റെ ദാസനെ എനിക്ക് നിമിഷം ഒന്ന് അനുവദിച്ചു തരണേ എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ കടന്നു വരാൻ പറഞ്ഞു. ദേവദാസൻ്റെ വിലയേറിയ സ്നേഹത്തിനും കാലത്തിനും ഞാൻ ക്രിസ്തുയേശുവിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കർത്താവിനദാസിനെ ദൈവം പൂർവാധി അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനമാക്കി ഈ വാർദ്ധക്യ കാലത്തിലും ദൈവത്തിന് വേണ്ടി ശക്തനായി നിൽപ്പാൻ കുടുംബത്തെയും കുഞ്ഞുങ്ങളെല്ലാം ഒരുക്കട്ടെയും ഈ സഭയെ ഒരുക്കട്ടെയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എറണാകുളത്തെ പെരുമ്പാവൂർ ദേശത്ത് ഒരു ഓൾഡേജ് ഹോമും ഒരു ചെറിയ ചർച്ചുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് വരുന്നു. 14 വർഷമായിട്ട് അവിടെയാണ്. എന്നാൽ എൻ്റെ സ്വന്തം സ്ഥലം കൊട്ടാരക്കരയായിരുന്നു. അവിടുന്ന് വന്ന ബോംബെയിൽ 2 വർഷം ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച ശേഷം 2 വർഷക്കാലം ഡോംബുള്ളിക്കടുത്ത് ദിവ എന്ന സ്ഥലത്തെ ഹിന്ദി പ്രവർത്തനത്തിൽ ആയിരിക്കാനിടയാക്കി. പിന്നെ ചില വർഷങ്ങൾ അവിടെ ആയിരിക്കാനിടയാക്കിയ ശേഷം നാട്ടിലേക്ക് വരികയും
എറണാകുളത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഈ ഓൾഡ് ഏജ് ഹോമിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് അതിന് ലൈസൻസൊക്കെ കിട്ടി അങ്ങനെ മുന്നോട്ട് പോയി. എന്നാൽ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ വളരെ ശക്തനായിട്ട് മുന്നോട്ട് വരുവാൻ ദൈവം എന്നെ ഇടയാക്കി. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രങ്ങൾ ഒരുപാട് പറയാനുണ്ട്, ഒന്നും പറയാനുള്ള സമയമില്ലല്ലോ. ഹല്ലേലൂയ. എങ്കിലും കർത്താവ് നടത്തുന്ന വിധങ്ങളെ ഓർത്ത്, കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത്, കർത്താവിൻ്റെ കരുണയെ ഓർത്ത്, അവങ്കിൽ ആശ്രയിക്കുന്നവരെ കൈവിടാത്ത ദൈവത്തിൻ്റെ ആ പ്രകാശനത്തിലേക്ക് എന്നെ നടത്തി ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവം എനിക്ക് നിങ്ങൾക്ക് നല്ലവനാണ് നിശ്ചയം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം എങ്ങും ലജ്ജിച്ചിട്ടില്ല. നാം യഥാർത്ഥ വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ, ആഴമേറിയ അധികാരത്തോടെ കർത്താവിലേക്ക് ചെല്ലുന്നുവെങ്കിൽ എന്നെ നിങ്ങളെ ശക്തനാക്കുവാനും എന്നെ നിങ്ങളെയും പ്രകാശമുള്ളവരാക്കി തീർക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ബൾബ് പ്രകാശിക്കുന്ന പോലെ ഹല്ലേലൂയ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസാന്നിധ്യത്തിലായിരിക്കുന്ന ഞാൻ നിങ്ങളും ഹല്ലേലൂയ ബൾബ് പ്രകാശിക്കുന്ന പോലെ പ്രകാശിക്കണം. ഹല്ലേലൂയ. ലോകത്ത് 1-2 ജനങ്ങളല്ല ഉള്ളത്, കോടാനുകോടി ജനങ്ങളുള്ളപ്പോൾ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുത്തി എന്നെ നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ദേശത്ത് പ്രകാശിക്കുന്ന ബൾബുകളായി തീരുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളും ദൈവത്തിൻ്റെ വിളക്കുകളാണ്, ഞാൻ നിങ്ങളും ദൈവത്തിന് വേണ്ടി ശോഭിക്കണം. ഹല്ലേലൂയ. അതിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതെന്നുള്ള ആ ഗൗരവമേറിയ വിഷയം നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിനോട് ആലോചിച്ചുകൊണ്ട് വേണം നമ്മുടെ മുന്നോട്ടുള്ള ഓരോ പദ്ധതികളും ക്രമീകരിക്കേണ്ടത്. ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോകാൻ നമ്മെ അനുവദിക്കരുത്. ഹല്ലേലൂയ. കാരണം നമുക്കെതിരായി നിൽക്കുന്ന ഒരു പിശാച്, സാത്താൻ, ലഗ്യോൻ്റെ അധികാരങ്ങൾ, ലൂസിഫറിൻ്റെ വ്യാപാര മണ്ഡലങ്ങളാണ് ഈ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ലൂസിഫറിൻ്റെ അധികാരത്തെ ചെറുത്തു നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾ ജയാളിയായി തീരണമെന്നാണ് കർത്താവിൻ്റെ പദ്ധതി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6:11 വളരെ ശക്തനായ ഒരു ഗിദെയോനെ അവിടെ കാണുവാനിടയായത്. ഹല്ലേലൂയ. അവിടെ അനേക ഇസ്രായേൽ ജനങ്ങൾ ഹല്ലേലൂയ അടിമത്തത്തിലായി അവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഭാരപ്പെടുത്തി. അവരുടെ നന്മകളെ പിശാച് ചോർന്നു നിന്നുമ്പോൾ മിദ്യാന്യരും സൈന്യരും വന്ന് ഹല്ലേലൂയ അവരുടെ കയ്യിൽ നിന്ന് നന്മകളെ പിടിച്ചു വാങ്ങിക്കൊണ്ട് ഹല്ലേലൂയ ആത്മീയ മണ്ഡലത്തിൽ അവർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ശക്തനായ ഒരു ഗിദെയോൻ മുന്നോട്ട് വന്നതുപോലെ പ്രിയമുള്ള ദൈവമക്കളെ, ഈ കാലങ്ങളിൽ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഞാൻ നിങ്ങളും ശക്തന്മാരായി തീരണം. ഹല്ലേലൂയ. ഗിദെയോൻ ഒളിച്ചിരുന്ന മെയ്യുന്ന ഹല്ലേലൂയ മുന്തിരിച്ചക്കളുടെ ഇടയിൽ ഒളിച്ചിരുന്ന് മെയ്യുന്ന ഒരു അനുഭവം ഉണ്ട്. ഹല്ലേലൂയ. എന്താണ് ഒളിച്ചിരുന്ന് മെയ്യുന്നത്? പിശാചിൻ്റെ സകലവിധ വ്യാപാരങ്ങളും, എൻ്റെ നന്മകളെ, എൻ്റെ ജീവിതത്തിൻ്റെ മുന്നേറ്റങ്ങളെ ഹല്ലേലൂയ, എൻ്റെ ആത്മീയ മണ്ഡലങ്ങളെ ഹല്ലേലൂയ പിശാച് തൊടുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. അനേക ഇസ്രായേലർക്ക് അത് സംഭവിച്ചു. എന്നാൽ എനിക്കിതിന്മേൽ ജയമെടുക്കണം ഹല്ലേലൂയ എന്ന് ആഗ്രഹിച്ചപ്പോൾ ജയാളിയായി തീരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഗിദെയോനെ ദൈവം വിടുവിച്ചു. ദൈവദൂതൻ ഹല്ലേലൂയ ഗിദെയോന്റെ സന്നിധിയിലേക്ക് വരുവാനിടയായി ഗിദെയോനെ ശക്തിപ്പെടുത്തി. ഹല്ലേലൂയ. എത്ര നല്ല സാക്ഷ്യമാണ് ഹല്ലേലൂയ ഉള്ളത്. ഗിദെയോനെ ദൈവം വിളിച്ചു പറയുകയാണ് പരാക്രമശാലിയായ ഗിദെയോനെ എന്ന്. പരാക്രമശാലിയായ ഒരു വിശ്വാസികളായി ഞാൻ നിങ്ങളും പോകണമെങ്കിൽ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്ന ക്രിസ്തുവിലേക്ക് നമ്മുടെ ശ്രദ്ധയും നമ്മുടെ പൂർണ്ണ ഉത്തരവാദിത്വവും അവിടുന്ന് ഏറ്റെടുത്തുകൊണ്ട് ആ ശക്തി സംഭരിച്ചുകൊണ്ട് ഈ അന്ധകാര യുഗത്തിൽ ജീവിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ദൈവം എന്നെ നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ. അതുപോലെ നമുക്ക് കർത്താവിന് വേണ്ടി ആയിത്തീരണം. ഹല്ലേലൂയ. ഞാൻ കേട്ടു നിങ്ങൾ ഉപവാസത്തിലൊക്കെ ആയിരിക്കുന്നുവെന്ന്. വളരെ നല്ല കാര്യമാണ്. ഹല്ലേലൂയ. ശത്രുവിൻ്റെ അധികാരങ്ങളെ ചെറുത്തു നിൽക്കുവാൻ, ഹല്ലേലൂയ ദുഷ്ടപിശാചിൻ്റെ വ്യാപാര മണ്ഡലങ്ങൾ ചെറുത്തു നിൽക്കുവാൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഞാൻ നിങ്ങൾ മുന്നോട്ടായിരിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളുടെ മുമ്പിൽ ജയാളിയായി തീരുവാൻ ദൈവം ഇടയാക്കും. ഹല്ലേലൂയ. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി നീങ്ങിപ്പോകുകയില്ല. ഹല്ലേലൂയ. ഉപവാസത്തിൻ്റെ പേര് പറയുമ്പോൾ, ഉപവാസത്തിന് വേണ്ടി നമ്മളെ സമർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ വലിയ വിടുതലുകളും ആശ്വാസങ്ങളും അനുഗ്രഹങ്ങളും ദൈവം തന്ന് നമ്മെ വഴി നടത്തുവാൻ ശക്തന്. പിശാചിന് ഒരു കാരണവശാലും അവിടെ എങ്ങും ജയമെടുക്കുവാനുള്ള സാധ്യതയുണ്ടാവുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ ഹല്ലേലൂയ യോവേലിന്റെ പുസ്തകം 2:15 വായിക്കുമ്പോൾ ഹല്ലേലൂയ പൂർണ്ണ ഉപവാസത്തോടെ അവർ കർത്താവിലേക്ക് തിരിഞ്ഞു. കാഹളം ഊതിക്കൊണ്ട് ദൈവ സാന്നിധ്യത്തോടെ ദൈവത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. 14 മുതൽ വായിച്ചോട്ടെ 14 വാക്യം 2. സിയോനിൽ കാഹളം ഊതുവീൻ, ഒരു ഉപവാസം നിയമിപ്പിൻ, സഭായോഗം വിളിപ്പീൻ, ജനത്തെ കൂട്ടിവരുത്തുവീൻ, സഭയെ ശുദ്ധീകരിക്കുവീൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവീൻ, പൈതങ്ങളെയും മുല കുടിക്കുന്നവരെയും കൂട്ടുവീൻ. ഹല്ലേലൂയ. മതി.
ഹല്ലേലൂയ, വളരെ അനുഗ്രഹിക്കപ്പെട്ട സാഹചര്യമാണ്. ഹല്ലേലൂയ, വാക്യങ്ങൾ മുന്നോട്ട് പഠിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അവർ മുന്നേറുവാനിടയായി. പ്രശ്നങ്ങളുടെ മുമ്പിൽ അവർ ജയാളിയായി മാറുവാനിടയായി. അനുഗ്രഹിക്കപ്പെട്ട സാഹചര്യങ്ങളെ ദൈവം അവർക്ക് തുറന്നു കൊടുത്തായിട്ട് അതിൻ്റെ ഹല്ലേലൂയ 18 വാക്യങ്ങൾ വായിച്ചാട്ടെ. അങ്ങനെ യഹോവ തൻ്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, തീഷ്ണതയോട് നമ്മുടെ ആവശ്യങ്ങളെ സഫലീകരിച്ച് അതിന്മേൽ ജയാളിയാളി നമ്മൾ നടത്തുവാൻ തക്കവണ്ണം കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കണം, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കണം. ഹല്ലേലൂയ. അത് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആകുമ്പോൾ ലൂസിഫറിൻ്റെ വ്യാപാര മണ്ഡലങ്ങളെ തോൽപ്പിക്കുവാനുള്ള പൂർണ്ണമായ ശക്തി ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം. ഹല്ലേലൂയ. ഏത് വിഷയങ്ങൾ നിങ്ങൾ ഭാരപ്പെടുന്നുവോ, എവിടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ പിശാച് നമ്മെ പോരാടുന്നുവോ, ഹല്ലേലൂയ, എല്ലാ ജീവിതങ്ങൾക്കും പോരാട്ടമുണ്ട്. ഹല്ലേലൂയ. ആ പോരാട്ടം എന്താണ്? കുടുംബജീവിതത്തിലാണെങ്കിൽ അങ്ങനെ, സാമ്പത്തിക വിഷയങ്ങളിലാണെങ്കിൽ അങ്ങനെ, മറ്റെന്തെങ്കിലും വിഷയങ്ങളിലാണ് അങ്ങനെ. ഹല്ലേലൂയ. ആ വിഷയത്തിന്മേൽ ജയമെടുക്കേണ്ടത് ഒരു ഭക്തൻ്റെ ആവശ്യമാണ്. ഹല്ലേലൂയ. തോറ്റു പോകുവാനല്ല. ആ ഗിദെയോനെ പോലെ ഞാനും നിങ്ങളും വളരെ അനുഗ്രഹ പങ്കാളികളായി ക്രിസ്തുവിൻ്റെ സന്നിധി നിൽക്കണം. അതിനുവേണ്ടി ഞാനും നിങ്ങൾ ഉപവാസം എടുക്കണം, പ്രാർത്ഥിക്കണം. നമ്മുടെ ലക്ഷ്യം എന്താണ്? വലിയവനായ യേശുവിൻ്റെ സന്നിധാനത്തിൽ ഞാനും നിങ്ങളും ശക്തന്മാരായി തീരണം. പിശാചിൻ്റെ അധികാരങ്ങൾ തോൽപ്പിക്കുവാനാണ് യേശു ഹല്ലേലൂയ കാൽവരി ക്രൂസിൽ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും യാഗമായി തീർന്നെന്നുള്ള നല്ല പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കുണ്ടാകുന്നുവെങ്കിൽ ആ യേശുവിനോട് ചേർന്ന് സാക്ഷാൽ മുന്തിരിവള്ളിയാവുന്ന ക്രിസ്തുവിൻ്റെ ശക്തമായ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിൽ ഇടയാകുന്നതായി കാണുവാനിടയാകും. ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഒന്നിനും മുട്ടുവരുത്തുകയില്ല. ഹല്ലേലൂയ. മേൽക്കുമേൽ അവൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധികളെ ഉണ്ടാക്കും. ഹല്ലേലൂയ. എന്നാൽ പിന്തിരിഞ്ഞു പോകുന്നെങ്കിലോ അവൻ്റെ ജീവിതത്തിൽ നാശങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി അവൻ തോറ്റിരിക്കുന്ന അവസ്ഥയിലേക്ക് വരുവാനിടയാകും. എന്നാൽ ജയാളിയായി മാറണം, അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളായി തീരണം. മലമേലിരിക്കുന്ന പട്ടണം പോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ ജീവിതങ്ങളും ശോഭിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ വിഷയങ്ങളുടെ മുമ്പിൽ ഞാൻ നിങ്ങൾ ജയമെടുക്കണം. ഹല്ലേലൂയ. ഏത് വിഷയത്തിൽ നാം തോൽക്കുവാൻ പാടില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കപ്പെട്ടവരായി, ദൈവസാന്നിധ്യമുള്ളവരായി, ശക്തന്മാരായി ഞാൻ നിങ്ങൾ മുന്നേറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതിനുവേണ്ടി അവൻ്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുത്ത് ശക്തമായ വിശ്വാസത്തിലേക്ക് വരണം. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശു മധ്യാകാശത്തിൽ വരുമ്പോൾ ഞാനും നിങ്ങളും ശക്തരായി അവിടെ കാണുവാനിടയാകണം. ദൈവരാജ്യം നാം പണിയണം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിച്ചടക്കയില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും. കർത്താവ് പറഞ്ഞത് ഞാൻ എൻ്റെ സഭയെ പണിയും. കർത്താവിൻ്റെ സഭയെ പണിയാനുമാണ് എന്നെ നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അതിനുള്ള ഉത്തരവാദിത്വം, പൂർണ്ണ ഗൗരവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിൻ്റെ ഒരുപാട് ചരിത്രങ്ങൾ എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് യാത്ര ചെയ്യാതെ നമ്മുടെ ഇഷ്ടത്തിന് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളും തോൽക്കുന്നതായി കാണുവാനിടയാകും. എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. എന്നാൽ അത് കഴിഞ്ഞ് ഞാൻ എല്ലാം പൂർണ്ണമായി കർത്താവിൽ സമർപ്പിച്ചു, ബൈബിൾ കോളേജിൽ പഠിച്ചു. മുന്നോട്ടിറങ്ങിയ ദിവസം മുതൽ എൻ്റെ ജീവിതത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ദൈവം എന്നെ നടത്തുന്നതായി കാണുവാനിടയായി. ഞാൻ എൻ്റെ കർത്താവിൽ നിന്ന് ശക്തിപ്പെടുവാനിടയായി. കർത്താവിന് വേണ്ടി അനുഗ്രഹപാത്രമായി മാറുവാനിടയായി. എൻ്റെ ദൈവത്തോട് ചോദിക്കുന്ന ഓരോ കാര്യങ്ങളിലും എൻ്റെ ദൈവം എന്നെ അത്ഭുതമായി നടത്തി. ഹല്ലേലൂയ. അനേക ചർച്ചകളിൽ സൗദി, ദുബായ്, മസ്കറ്റ് എന്നീ ചർച്ചകളിലൊക്കെ എനിക്ക് പ്രസംഗിക്കുവാനുള്ള സാഹചര്യങ്ങൾ ദൈവം തന്നു. ഹല്ലേലൂയ. എൻ്റെ എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ അവിടുന്ന് എനിക്ക് ഉദാഹരണങ്ങളുണ്ടാവാനിടയായി. ദൈവം എന്നെ വഴി നടത്തിയ സാഹചര്യങ്ങൾ ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിന് എന്ത് കൊടുത്താലും മതിയാകയില്ല. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ള ദൈവമക്കളെ, എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ദൈവത്തിൽ നിന്ന് ഹല്ലേലൂയ നാം ശക്തന്മാരായി തീരണം. വിശ്വാസത്തിൻ്റെ ആഴമേറിയ അവസ്ഥയിലേക്ക് വരുവാൻ നമുക്ക് ഇടയാകണം. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മെ സമർപ്പിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഏലിയാവിനോട് ചേർന്ന് ഹല്ലേലൂയ ഒരു നല്ല യാഗത്തിന് വേണ്ടി നാം ശ്രമിക്കണം. ഹല്ലേലൂയ. ഏലിയാവ് ഹല്ലേലൂയ കോരിന്ത് തോട്ടിലേക്ക് ചെന്ന് ഹല്ലേലൂയ വിധവയുടെ അടുത്തേക്ക് ദൈവം പറഞ്ഞു വയ്ക്കുമ്പോൾ ഏലിയാവ് വളരെ ശക്തമായി എവിടെ ചെന്ന് ഹല്ലേലൂയ ആ വിധവയോട് സംസാരിക്കുക, എനിക്ക് അല്പം വെള്ളം തരണം, ഹല്ലേലൂയ അതോടുകൂടി ഒരു അപ്പവും കൂടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ആ വിധവ അതനുസരിക്കുന്നവളായി തീരുവാനിടയാ. അപ്പോൾ പറയുകയാണ് ഹല്ലേലൂയ അല്പമാവേ ഹല്ലേലൂയ എൻ്റെ ഹല്ലേലൂയ കലത്തിലുള്ള
എൻ്റെ കുഞ്ഞും ഞാനൂടെ അത് ഭക്ഷിച്ചിട്ട് മരിക്കുവാനിരിക്കുകയാവുന്നു. ഹല്ലേലൂയ. സൗമ്യതയോടെ ആ സഹോദരി അങ്ങനെ സംസാരിച്ച ശേഷം ഒരു അപ്പം ഹല്ലേലൂയ റെഡിയാക്കിക്കൊണ്ട് അല്പം വെള്ളവുമായിട്ട് ഏലിയാവിൻ്റെ മുമ്പിൽ കൊണ്ട് കൊടുത്തിട്ടാണ് മറ്റ് അപ്പവും വെള്ളവും കുടിക്കുവാൻ അവർ പോയത്. ഹല്ലേലൂയ. അവർ ആ വിശ്വാസത്തിൽ ഉറച്ചപ്പോൾ ഹല്ലേലൂയ ഏലിയാവ് ദൈവം അവരെ അനുഗ്രഹിക്കുന്നതായി കാണുവാനിടയായി. അവരുടെ കരത്തിലെ മാവ് ലേശം കുറഞ്ഞില്ല. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ 3 വർഷക്കാലം ഏലിയാവ് മഴ പെയ്യരുത് എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിരുന്ന സാഹചര്യത്തിൽ ഹല്ലേലൂയ വരൾച്ച ഉണ്ടായപ്പോൾ അവർക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടിയില്ല, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിയില്ല. അവർ അനുഗ്രഹമായി മുന്നേറുവാനിടയായി. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി എന്തുമായി തീരുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഭവനം നമ്മുടെ ജീവിതം നമ്മുടെ വിദ്യ നമ്മുടെ ജോലികളെ ഒക്കെയും അഭിവൃദ്ധിയായി തീരുവാനിടയാകും. ഹല്ലേലൂയ. എവിടെയെങ്കിലും നാം തോൽക്കുന്നുവെങ്കിൽ ദൈവത്തെ നാം ഹല്ലേലൂയ കാണേണ്ട പോലെ കാണുന്നില്ല, ദൈവത്തിന് വേണ്ടി നാം ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നില്ല, വിശ്വാസത്തിൽ നാം വളരുന്നില്ല. ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളും തോൽക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദൈവം നമ്മെ തോൽപ്പിക്കുവാനല്ല വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്, ജയാളിയായി മുന്നോട്ട് യാത്ര ചെയ്യുവാനാണ്. ഏലിയാ മുന്നോട്ട് യാത്ര ചെയ്തു. 3 വർഷക്കാലം ആ വിധവയും കുഞ്ഞും അനുഗ്രഹിക്കപ്പെട്ട സാഹചര്യങ്ങളിൽ കൂടി മുന്നേറുവാനിടയായി. ആ വിധവയുടെ കുഞ്ഞ് മരിച്ചപ്പോഴും ഏലിയാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഈ കുഞ്ഞിങ്ങനെ മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വിജയവും കൂടി ആ ജയം കൂടി ദൈവത്തിൻ്റെ അധികാരത്തെ കാണുമെന്നൊക്കെ വേണം ആ വിധവയ്ക്ക് ഇടയായി. ഹല്ലേലൂയ. മരിച്ച കുഞ്ഞിനെ അവിടെ വെച്ച് ഉയർപ്പിക്കുവാനും ആ ഹല്ലേലൂയ വിധവയ്ക്ക് തിരിച്ചു കൊടുക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട സന്തോഷവും വിശ്വാസവും വർദ്ധിപ്പിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ഒരു കാരണവശാലും ലജ്ജിച്ചിട്ടില്ല. ഞാനും നിങ്ങളും ദൈവത്തിലേക്ക് നോക്കുവാൻ ശക്തരായി തീരുന്നുവെങ്കിൽ നാം ഒരു കാരണവശാലും ലജ്ജിക്കുകയില്ല. ഹല്ലേലൂയ. മുന്നോട്ട് ഹല്ലേലൂയ ഏലിയാവ് യാത്ര ചെയ്തു. ഹല്ലേലൂയ. അസേരാ പ്രവാചകനായ 400 പേരെയും ബാലിൻ്റെ പ്രവാചകന്മാരായ 300 പ്രവാചകന്മാരെയും ഹല്ലേലൂയ കൊന്നുകളയുവാനിടയായി. ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും ദുർമാർഗീയ സാഹചര്യങ്ങൾ ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിന് മധ്യേ കൊണ്ടുവന്നുകൊണ്ട് അവരെ നശിപ്പിച്ചു കളയുവാൻ തക്കോണം ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. എന്താണ് നാം പഠിക്കുന്നത്? ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെ ദുർമാർഗീയമായ അവസരങ്ങളിൽ നിന്ന് ദുഷ്ട സാഹചര്യങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു യാഗം ഹല്ലേലൂയ ഏലിയാവ് അവിടെ ചെയ്ത് കൊടുക്കുവാനിടയായി. 12 ഗോത്രങ്ങളുടെ ഹല്ലേലൂയ എണ്ണത്തിനൊത്തുവണ്ണം കല്ല് പറക്കി വെച്ചിട്ട് ഹല്ലേലൂയ വേണ്ടും വണ്ണം ഹല്ലേലൂയ ശയാവിത്ത് പാകുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഒരുക്കമുള്ള ഒരു യാഗത്തിന് വേണ്ടി ഹല്ലേലൂയ വളരെ ക്ലീനായിട്ട് സമർപ്പിക്കപ്പെട്ട് ഹല്ലേലൂയ ഒരു വിശുദ്ധ യാഗത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു യാഗം ഹല്ലേലൂയ ഏലിയാവിന് ചെയ്യുവാനിടയാക്കി. ഹല്ലേലൂയ. എന്നാൽ അസേര പ്രവാചകന്മാരും ബാലിൻ്റെ പ്രവാചകന്മാർക്കും ഹല്ലേലൂയ അതുപോലെ ഒരു യാഗത്തിന് അവസരം കൊടുത്തു. ഹല്ലേലൂയ. അവരുടെ യാഗങ്ങൾ ഒരു കാരണവശാലും ജയിച്ചതായി കണ്ടില്ല. ഹല്ലേലൂയ. ഏലിയാവിൻ്റെ യാഗം വളരെ അനുഗ്രഹത്തോടെ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ഹല്ലേലൂയ കത്തുവാനിടയായി. ഹല്ലേലൂയ. ഒരു സാധ്യതയുമില്ലാത്ത ഒരു മുന്നോട്ട് പ്രതീക്ഷിക്കുവാൻ വയ്യാത്ത ഹല്ലേലൂയ ഹല്ലേലൂയ തീയിറങ്ങി. ഹല്ലേലൂയ. ഏലിയാവിൻ്റെ യാഗം കത്തുകയും അനുഗ്രഹമായി ഹല്ലേലൂയ മുന്നേറുവാൻ ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും വ്യാപാര മണ്ഡലങ്ങളെ തോൽപ്പിച്ച് അവരുടെ ബാലിൻ്റെ പ്രവാചകന്മാരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം എൻ്റെ ഞാനും നിങ്ങളും വിശ്വാസത്തോടെ മുന്നേറുന്നുവെങ്കിൽ ഞാനും നിങ്ങളും വിശ്വാസത്തിൽ മുന്നേറണം. എന്തിനു വേണ്ടിയാണ് ഹല്ലേലൂയ നമ്മെ വിളിച്ചു വേർതിരിച്ചത്? ദുഷ്ടനാകുന്ന പിശാചിൻ്റെ സകല അധികാരങ്ങളിൽ തോൽപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സഭയെ പണിയുവാനാണെന്നുള്ള ഓർമ്മ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകുന്നുവെങ്കിൽ വളരെ ആത്മാർത്ഥതയോട് കർത്താവിൻ്റെ സഭയെ പണിയുവാനുള്ള എല്ലാ സാധ്യതകളും തന്നു ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെ ദുഷ്ട പിശാചിൻ്റെ സകല വ്യാപാര മണ്ഡലങ്ങളും തകർക്കുവാനുള്ള ആത്മീക സാന്നിധ്യം എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും. അങ്ങനെ ഞാൻ നിങ്ങൾ മുന്നേറുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനിടയാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ വിശ്വാസത്തിൽ വർദ്ധിക്കണം, ആത്മാവിൽ മുന്നേറണം. ഹല്ലേലൂയ. തെറ്റുകുറ്റങ്ങളെ ഹല്ലേലൂയ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ എൻ്റെ ജീവിതത്തിലുള്ള കുറവുകളെ മാറ്റിത്തരണം. നമ്മളെ കൊണ്ട് ഹല്ലേലൂയ ഒരു കാരണവശാലും ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. എന്നാൽ യേശുവിനോട് ചേർന്ന് നടക്കുന്നുവെങ്കിൽ യേശുവിനോട് നമ്മൾ സമർപ്പിക്കും. കർത്താവേ എനിക്ക് സാധ്യതയില്ലാത്ത എൻ്റെ ജീവിതത്തിലെ കുറവുകളുണ്ട്, എൻ്റെ ജീവിതത്തിലെ ബലഹീനതകളുണ്ട്, എനിക്ക് സാധിക്കുന്നില്ല കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ കർത്താവിനോട് ചേർന്ന് നടക്കുന്നുവെങ്കിൽ ആ കുറവുകളെ നീക്കിക്കളയുവാൻ ആ ബലഹീനതകളെ മാറ്റിക്കളയുവാൻ വിശുദ്ധമായ ഒരു ജീവിതം നയിപ്പാൻ തക്കോണം ദൈവം നമ്മെ കൊണ്ട് ഇടയാക്കും. ദൈവം ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങൾ വിശുദ്ധന്മാരായി മാറണം, ദൈവ സാന്നിധ്യമുള്ളവരായി മാറണം, ദൈവത്തിൻ്റെ ഉറച്ച ഭക്തന്മാരായി മാറണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആയതുകൊണ്ട് പ്രിയമുള്ള ദൈവത്തിന് മക്കൾ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി പ്രേരണമുള്ള യാഗം ചെയ്യുന്നവരായിരിക്കും. നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കണം.
നമ്മെ തന്നെ പൂർണ്ണമായി യേശുവിൻ്റെ രക്തത്താൽ കഴുകണം. നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടിയായി തീരുന്നു, ഞാൻ നിൻ്റെ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം നമ്മൾ കൂടി വൻ കാര്യങ്ങൾ ചെയ്യുവാനിടയാകും. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യം എന്താണ് പ്രിയമുള്ളവരെ? കർത്താവിൻ്റെ സഭയെ പണിയുക, കർത്താവിന് വേണ്ടി ജീവിക്കുക. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ഒരു ഭാരവും കൂടാതെ, കഷ്ടത കൂടാതെ മുന്നോട്ട് പോകാനുള്ള വഴികളെ ദൈവം തുറന്നു തരണം. ഹല്ലേലൂയ. പലരും പല രംഗങ്ങളിലും പരാജയപ്പെടുന്നത് ദൈവത്തിൻ്റെ വഴികളിൽ കൂടി പോകാത്തതുകൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി നമ്മളെ സമർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വീണ്ടും പറയുന്നു, ഹല്ലേലൂയ, ഇസ്രായേൽ ജനങ്ങൾ തോറ്റ് മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ അവിടെ ചില ലേവ്യൻ്റെ കുടുംബത്തിലൊരു വിഷയമുണ്ടായപ്പോൾ ലേവ്യൻ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടുകൊണ്ട് ഹല്ലേലൂയ ഇസ്രായേൽ ജനങ്ങളെ വിളിച്ചു കൂട്ടി ഹല്ലേലൂയ ബെന്യാമീൻ ഗോത്രത്തിനെതിരായിട്ട് യുദ്ധം ചെയ്തപ്പോൾ ഹല്ലേലൂയ വളരെ ശക്തിയോടെ തീരുമാനങ്ങളും പ്രതിഷ്ഠകളും എടുത്തുകൊണ്ട് ഹല്ലേലൂയ അവർ ദൈവസന്നിധിയിൽ നിന്നു. ആദ്യം മുന്നോട്ട് യാത്ര ചെയ്ത യുദ്ധത്തിൽ അവർ തോറ്റു. 30,000 ജനങ്ങൾ പട്ടുപോയി. ഹല്ലേലൂയ. വീണ്ടും ദൈവവരങ്ങൾ അവരെ സമർപ്പിച്ചു. ഉപവാസത്തോടും പ്രാർത്ഥനയോടും തീരുമാനങ്ങളോടും അവർ മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ ബെന്യാമിൻ്റെ അധികാരങ്ങളെല്ലാം തകർത്തെടുക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. ഈ വചനങ്ങളൊക്കെ ദൈവം നമുക്ക് തരുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ ശക്തമായ ഒരു അവസ്ഥയിലേക്ക് വരുവാനാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദുഷ്ടനാകുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളും അതിൻ്റെ അധികാരങ്ങളും ഞാൻ നിങ്ങൾ തോൽപ്പിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ദൈവത്തിന് തൻ്റെ സഭയെ പണിയുവാനുള്ള അധികാരം ലഭിക്കുകയുള്ളൂ. അബ്രഹാമിനെ വിളിച്ച് മുന്നോട്ട് കൊണ്ടുവന്നു. ഹല്ലേലൂയ. അബ്രഹാം ശക്തമായി മുന്നോട്ട് വന്ന് അബ്രഹാമിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം അബ്രഹാം ഉറപ്പും ധൈര്യമുള്ളവനായി മാറി. യേശു നമ്മോട് പറയുന്നത്, നമ്മൾ ഹല്ലേലൂയ വിശ്വാസത്തിൽ ആടി ഉലയുന്നവരായി മാറാതെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി മാറണമെന്നാണ് യേശു നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. ഏത് രംഗങ്ങളിലും ഏത് സമയങ്ങളിലും പ്രാർത്ഥിക്കുന്നവരും നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും ബലഹീന സാഹചര്യങ്ങൾ വിട്ടുകളയുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരുമായി തീരണമെന്നാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. വിശുദ്ധി നമ്മുടെ ആലയത്തിന് ഉചിതമായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നമ്മെ സമർപ്പിക്കപ്പെടണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം ഇണങ്ങിയ ആയുധമായി ശോഭിക്കണം. ഹല്ലേലൂയ. ഒരു നല്ല ഉരുപ്പടിയായി തീരണം. നമ്മിലുള്ള സകല കീടങ്ങളും മാറ്റിക്കളയണം. ഹല്ലേലൂയ. സ്വർണ്ണം ഹല്ലേലൂയ ഉരുക്കി അതിലെ കീടങ്ങളെ മാറ്റുന്ന പോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള സകല കീടങ്ങളെയും മാറ്റുവാൻ തക്കവണ്ണം എന്നെ നിങ്ങളെ സമർപ്പിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരുക്കണം. അല്പവേദനയും ഭാരങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് സാധിക്കാത്ത അവസ്ഥകളുണ്ടാകും. എന്നാൽ അവസ്ഥകൾ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഞാനിതാ എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങളുടെയും ഉള്ള കീടങ്ങളെ മാറ്റുവാനിടയാം. ഞാനും നിങ്ങളും കർത്താവിന് ഒരു ഉരുപ്പടിയായി തീരുവാനിടയാം. എന്താണ് ഉരുപ്പടി? ഹല്ലേലൂയ. ഈ സ്വർഗീയ രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കിരീടങ്ങളും രാജകീയ പദവികളും ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട സാഹചര്യങ്ങൾ തന്നുകൊണ്ട് ദൈവം നമ്മെ അവിടെ കൊണ്ടുപോകുന്നത് അനുഗ്രഹിപ്പാനാണ്, ശക്തന്മാരായി തീർക്കുവാനാണ്, രാജാക്കന്മാരാക്കി മാറ്റുവാനാണ്. ഈ കഷ്ടങ്ങൾ അവിടെയില്ല, ഈ ഭാരങ്ങൾ അവിടെയില്ല. യുഗായുഗം യേശുവിനോട് ദൈവത്തോട് ചേർന്ന് വാഴുവാൻ തക്കവണ്ണമാണ് ഞാൻ നിങ്ങൾ ഈ ലോകത്ത് യാത്ര ചെയ്യുന്നുള്ള ഒരു നല്ല വീക്ഷണവും ഓർമ്മയും നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ മാത്രമേ കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ എടുക്കപ്പെടുവാനിടയാകുകയുള്ളൂ. കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടണം. ഈ ലോകത്തുണ്ടാകുന്ന പിശാചിൻ്റെ സകല കാര്യങ്ങളും കണ്ടു, യുദ്ധങ്ങളെ, ക്ഷാമങ്ങളെ, ഭൂകമ്പങ്ങളെ, പ്രതികൂലങ്ങളെ ഒക്കെ കണ്ടുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ തകർന്നു പോകരുത്. ഒരു കാരണവശാലും നമ്മുടെ മനസ്സിലൊരു പ്രയാസം വരരുത്. ഞാനും നിങ്ങൾ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്ന് കർത്താവിനോട് ചേർന്ന് യുദ്ധങ്ങളെയും ക്ഷാമങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ശക്തിപ്പെടുത്തിയ യോശുവയെ പോലെ, യോശുവയോടുകൂടി യുദ്ധം ചെയ്ത് ഹല്ലേലൂയ യോശുവയുടെ പടയാളികൾ മാത്രമായിരുന്നില്ല, സ്വർഗത്തിലും ദൂതന്മാർ ഇറങ്ങി ഹല്ലേലൂയ യോശുവയോട് ചേർന്ന് യുദ്ധം ചെയ്ത പോലെ എൻ്റെ നിങ്ങളുടെയും ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങളിൽ, ഈ ലോകത്തിൻ്റെ യാത്രകളിൽ നമ്മോട് യുദ്ധം ചെയ്യുവാൻ നമുക്ക് ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ദൈവം ഒരു നല്ല 5-6 ദൂതന്മാരെ ഒരുക്കിയിട്ടുണ്ട് നമ്മോടുകൂടി യുദ്ധം ചെയ്യുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ. അതിനുവേണ്ടി നമ്മെ പൂർണ്ണമായി സമർപ്പിക്കണം. നമ്മൾ വളരെ ഗൗരവമുള്ള രാജാക്കന്മാരാണ്. രാജാക്കന്മാർക്ക് ഹല്ലേലൂയ പടയാളികളുള്ളതുപോലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശ്വാസത്തിൽ ജീവിക്കുന്ന എനിക്ക് നിങ്ങൾക്കും ദൂതന്മാരുണ്ട്. എന്തിനു വേണ്ടി? ഈ ലോകത്ത് ലൂസിഫറിൻ്റെതായ ആ സൈന്യത്തിൻ്റെ മേലെ മുന്നേറുവാൻ തക്കവണ്ണം ഹല്ലേലൂയ യുദ്ധം ചെയ്യുവാൻ ദൂതന്മാർ നമ്മോടിറങ്ങി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? നമ്മെ ജയാളിയാക്കുവാൻ. നമ്മുടെ പവറിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ വിശുദ്ധ ജീവിതത്തിലെ കഴിവുകളെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ നടക്കുന്ന ഒരു ഉണങ്ങിയ ആത്മീയനായി തീരുവാനല്ല.
ബലവും ധൈര്യവുമുള്ള ഒരു ആത്മീകത നാം പ്രാപിക്കണം. ഹല്ലേലൂയ. എസ്തേറിന്റെ പുസ്തകത്തിൽ പഠിക്കുമ്പോൾ മൊർദെഖായി ഹല്ലേലൂയ പല വിഷയങ്ങളിൽ വ്യാകുലപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവിടെ ഒരു വസ്തേർ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. വസ്തേറിനെ ആ രാജകൊട്ടാരത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു എസ്തേറിനെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് ആ പദവിയിലേക്ക് രാജാവിൻ്റെ ഭാര്യയായിരിക്കാൻ തക്കവണ്ണം ഒരു എസ്തേറിനെ കൊണ്ടുവന്നു. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. എന്തുകൊണ്ട്? മൊർദെഖായി അവിടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ സമർപ്പിക്കപ്പെട്ടു. മൊർദെഖായി ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. ഇസ്രായേലിൻ്റെ കഷ്ടത, അവരുടെ ദുരിതങ്ങൾ മാറ്റുവാൻ തക്കവണ്ണം, അവരുടെ മേലുണ്ടായിരിക്കുന്ന പിശാചിൻ്റെ അധികാരങ്ങൾ നീക്കി മാറ്റുവാൻ തക്കവണ്ണം മൊർദെഖായി, എസ്രാ എന്നിവരൊക്കെ കരയുന്നവരായി മാറുവാനിടയായി. എന്നെ നിങ്ങളെ വിളിച്ചു വർദ്ധിച്ചിരിക്കുന്നത് ഹല്ലേലൂയ ദേശത്തിലെ വിശ്വാസങ്ങൾ, സഭകൾ ഒക്കെ അനുഗ്രഹമായി തീരുവാനാണ്. ഹല്ലേലൂയ. എന്നാൽ വസ്തേറോ ഹല്ലേലൂയ ദൈവസാന്നിധ്യമുള്ള ഇല്ലാത്തൊരു സഹോദരിയായി മാറുവാനിടയായി. എന്നാൽ എസ്തേർ ദൈവസാന്നിധ്യമുള്ളവളായി ആ രാജകൊട്ടാരത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും മുന്നേറി. ഹല്ലേലൂയ. മൊർദെഖായിക്കെതിരായി ഹല്ലേലൂയ ആമാൻ തൂക്കിയിട്ട കയറിൽ ഹല്ലേലൂയ ആമാനെ തന്നെ തൂക്കുവാനിടയാക്കിയതിൻ്റെ കാരണം പ്രാർത്ഥനയായിരുന്നു, ദൈവ സാന്നിധ്യമായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതികളെ ആവിഷ്കരിക്കാൻ അവർ തയ്യാറായതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളും പാടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ മാത്രം പോരാ, ദൈവത്തിൻ്റെ പദ്ധതികൾ ആവിഷ്കരിപ്പാനും ഈ രാജ്യത്ത്, ഈ ദേശത്ത് അനേകം പേർ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഉറപ്പും ധൈര്യമുള്ളവരായി തീരുവാനിടയാകണം. ദാനിയേലിനെ പോലെ ഹല്ലേലൂയ ദാനിയേലിനെ വിളിച്ച് വേർതിരിച്ചു. ഒരു നെബൂഖദ്നേസറിനെ കർത്താവ് ദൈവമുള്ളവനായി ഹല്ലേലൂയ ശക്തനായ ഒരു ദൈവഭക്തനാക്കി മാറ്റുവാനിടയാക്കി. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ? അവർ തീരുമാനങ്ങളെടുത്തു, പ്രതിഷ്ഠയെടുത്തു. ദാനിയേൽ ജീവിക്കേണ്ടത് എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കും, ഈ ലോകത്തിൻ്റെ അധികാരങ്ങൾക്ക് ഞാൻ കീഴ്പ്പെടുകയില്ല, ഞാനും നിങ്ങൾ ഈ ലോകത്തിൻ്റെ സകല സാഹചര്യങ്ങൾക്കും കീഴ്പ്പെടുന്നവരാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത് കീഴ്പ്പെടുത്തുവാനല്ല, കീഴ്പ്പെടുവാനുമല്ല. ഹല്ലേലൂയ. ലോകത്തിൻ്റെ സാഹചര്യങ്ങളെ മാറ്റിക്കളഞ്ഞുകൊണ്ട് എനിക്ക് ഈ ലോകത്തിൻ്റെ പദ്ധതികളും അധികാരങ്ങളും ലോകത്തിൻ്റെ സുഖങ്ങളും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണ തീരുമാനങ്ങളും പ്രതിഷ്ഠയും എടുക്കുന്ന ഒരു ദൈവഭക്തന്മാരെയാണ് ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. അത് നമ്മെ കൊണ്ട് സാധിക്കാതെ വരുന്നത് ഈ ലൂസിഫറിൻ്റെ അധികാരം ശക്തമായി ലോകത്തെ ഭരിക്കുന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ തീരുമാനമെടുക്കുമ്പോൾ പിശാചിന്റെ പുറകെ നിന്ന് പിടിക്കുമോ? ഹല്ലേലൂയ. അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ള സാഹചര്യങ്ങൾ എൻ്റെ മുമ്പിൽ കൊണ്ടു തന്നു തരുമോ? ഹല്ലേലൂയ. എന്നാൽ തീരുമാനമെടുക്കാതെ നടക്കുന്ന പ്രശ്നമില്ല. തീരുമാനമെടുത്ത ഭക്തനായി ജീവിക്കുമ്പോൾ അവനെതിരായിട്ട് പ്രതികൂല സാഹചര്യങ്ങൾ, ബുദ്ധിമണ്ഡലങ്ങൾ കൊണ്ടുവന്ന് നമ്മെ കീഴ്പ്പെടുത്തുവാൻ പിശാച് ശ്രമിക്കും. ഈ പിശാചിൻ്റെ അധികാരങ്ങളെ കാണുവാനുള്ള അകങ്കണ്ണ് ഞാൻ നിങ്ങളും പ്രാപിക്കുന്നുവെങ്കിൽ മാത്രമേ വിശുദ്ധിയുടെ അധികാരം പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധിയുടെ മണ്ഡലങ്ങളിലേക്ക് മുന്നേറണമെന്നാണ് കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധിയുടെ മണ്ഡലങ്ങളിലേക്ക് പോകണമെങ്കിൽ ആ ദാനിയേലിൻ്റെ അവസ്ഥയിലേക്ക് വരണം. ഹല്ലേലൂയ. ആ അവസ്ഥയിലേക്ക് വന്നപ്പോൾ രാജാവിൻ്റെ ഭക്ഷണം വേണ്ട, രാജാവിൻ്റെ സുഖങ്ങളൊന്നും വേണ്ട, മറ്റ് ലോകത്തിൻ്റെ കാര്യങ്ങളൊന്നും വേണ്ട, എനിക്ക് എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം. ആർക്കെല്ലാം പറയാൻ കഴിയുന്നത്? ഹല്ലേലൂയ. ഞാൻ എൻ്റെ യേശുവിനെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ യേശുവിൻ്റെ പൈതലാണ്. ഈ ലോകത്തിൻ്റെതായ കൺമോഹം, ജഡത്തിൻ്റെ പ്രതാപങ്ങൾ ഇതൊന്നും എനിക്ക് വേണ്ട, ഞാനൊരു ഭക്തനായി ജീവിക്കും. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്നെങ്കിൽ ഞാൻ നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ പറ്റിയ? ഹല്ലേലൂയ. ദാനിയേലിനെ സിംഹക്കൂട്ടിൽ കൊണ്ടിട്ടു. സിംഹക്കൂട്ടിൽ ഇട്ടപ്പോൾ സിംഹം തലയണയായി കിടന്നുറങ്ങുവാൻ ദാനിയേലിന് സാധിച്ചു. ഈ ലോകത്തിന് അന്ധകാര പിശാചിന്റെ അധികാരങ്ങൾ ഹല്ലേലൂയ ചവിട്ടി തെച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടവരായി നമുക്ക് മുന്നേറുവാനിടയാകും. സന്തോഷമുള്ളവരായി മുന്നേറുവാനിടയാകും. പ്രത്യാശയുള്ളവരായി മാറുവാനിടയാകും. ഒരു പ്രത്യാശയുള്ള ദൈവപൈതലിന് എന്തൊന്നില്ലാത്ത സന്തോഷമുണ്ടാകും. അനുഭവിച്ചിട്ടുള്ളവരുടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രത്യാശയുള്ള ഹൃദയത്തിൽ വളരെ ആത്മാർത്ഥമായ ഒരു പ്രത്യേകതയാണ് അവരുടെ ജീവിതത്തിലുള്ളത്. ആ പ്രത്യേക ഒരു ജീവിതം ഞാൻ നയിക്കുന്നതുകൊണ്ടാണ് പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ആ അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വരണം. ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങൾ വേണ്ട, ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ വേണ്ട, എനിക്ക് വേണ്ടത് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ലൈഫ് ഉണ്ടാവണം. യേശു ആഗ്രഹിക്കുന്ന പോലെ ഞാൻ മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാനുള്ള ശക്തി ദൈവം തരും. ഹല്ലേലൂയ. എനിക്ക് ഷുഗറിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഈ വെള്ളം കുടിക്കുന്നത്. ഹല്ലേലൂയ. അല്പം കുടിക്കുമ്പോൾ ഒരു ആശ്വാസം ലഭിക്കും. ഹല്ലേലൂയ. എന്നാൽ എനിക്ക് രോഗങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്,
പ്രതികൂലങ്ങളുണ്ട്. ഇതിനൊന്നും ഞാൻ തരണം ചെയ്യുന്നത് എൻ്റെ കഴിവുകൊണ്ടല്ല, ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കുന്നതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, 70 വയസ്സും കഴിയുന്നു. ഇന്ന് വളരെ ശക്തിയോടെ ഹാലലി നിൽപ്പാൻ ദൈവം എനിക്ക് കൃപ തരുന്നു. ഹാലലി. എൻ്റെ ശരീരത്തിലുള്ള രോഗങ്ങളൊന്നും എനിക്ക് രോഗങ്ങളായിട്ട് ഞാൻ കാണുന്നില്ല, എൻ്റെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളായിട്ട് ഞാൻ കാണുന്നില്ല. എന്നാൽ എൻ്റെ യേശു എന്നെ അത്ഭുതമായി ജയോത്സവമായി വഴി നടത്തുന്നു. ഹാലലിയ. എന്നെ നിങ്ങളെയും ജയോത്സവമായി വഴി നടത്തുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യേശുവായുള്ള ബന്ധം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഹാലലിയ. ഞാൻ നിങ്ങളും ജയോത്സവമായി വഴി നടക്കണം. എങ്ങും തകരരുത്, എങ്ങും തളരരുത്. ഹാലലിയ. തളർത്തുന്നത് പിശാചാണെന്ന് മനസ്സിലാക്കണം. തോൽവി കൊണ്ടുവരുന്ന പിശാചാണെന്ന് മനസ്സിലാക്കണം. പിശാചിനെ കാണുവാനുള്ള ഒരു കണ്ണ് നമുക്കുണ്ടാകണം, അകങ്കണ്ണ് നമുക്കുണ്ടാകണം. അല്ല, പുറത്ത് കാണുന്ന കണ്ണല്ല കണ്ണ്. ഹാലലിയ. വിശ്വാസ കണ്ണ് അകങ്കണ്ണാണ്. അകം കണ്ണുകൊണ്ട് ഈ ലോകത്തെ കാണുവാൻ, ഈ ലോകത്തിൻ്റെ ദുഷ്ട സാഹചര്യങ്ങളെ കാണുവാൻ, നമ്മെ കീഴ്പ്പെടുത്തുന്ന സാഹചര്യങ്ങളെ കാണുവാൻ ഇടയാകണം. ഹാലലിയ. ദേശാന്തര പിശാചിൻ്റെ അധികാരങ്ങൾ ദേശത്ത് വ്യാപരിക്കുമ്പോൾ ആ പിശാചിൻ്റെ അധികാരങ്ങൾ മാറുന്നത് ഹാലലി ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസാന്നിധ്യത്തോടും. അല്പനിമിഷത്തിനു മുമ്പ് ഇവിടെ ആരാധിച്ചപ്പോൾ ദേശത്തിന്മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയാണ് ചെയ്തത്. ഹാലലിയ. അത് ആത്മാർത്ഥതയോടെയുള്ള ആരാധനയാണെങ്കിൽ വലിയ വിടുതലുണ്ടാകും. ഹാലലിയ. വലിയ വിടുതലുണ്ടാകും. ഹാലലിയ. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ 19 വയസ്സുകളിൽ സൗദിയിലായിരുന്ന സമയമുണ്ട്. ഹാലലിയ. അപ്പോൾ ഹാലലിയ അവിടെയൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ വളരെ ഭാരമേറിയ സാഹചര്യങ്ങളാണ്. വളരെ രഹസ്യമായിട്ട് ദൈവഭക്തന്മാർ, വളരെ ഹാലലിയ അവിടെ കഴിവുള്ള ദൈവദാസന്മാർ റൂമുകളിൽ വളരെ സേഫായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ദൈവമക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അക്കാലങ്ങളിൽ അവർ ശക്തമായി പ്രാർത്ഥിച്ചു. അതുപോലെ ദുബായിൽ, മസ്കറ്റിൽ ഒക്കെ വളരെ ശക്തമായ ദൈവദാസന്മാർ, അന്നുണ്ടായിരുന്ന ദൈവദാസന്മാർ അനേകരെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ച് ദൈവസാന്നിധ്യം പ്രാപിച്ചതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? ഇന്ന് സൗദിയിൽ ഹാലലിയ എല്ലായിടങ്ങളിലും അനേക ചർച്ചുകളുണ്ട്. ഹാലലിയ. അത് സൗദി അറബികൾക്കെല്ലാം നന്നായി അറിയാം. അവർ ആരും അതിനെ എതിർക്കാൻ കഴിയുന്ന കാര്യം എന്തുകൊണ്ട്? അവർ പാടി ദൈവത്തെ ആരാധിച്ചപ്പോൾ അവരിലുണ്ടാകുന്ന സാത്താൻ്റെ അധികാരങ്ങൾ, അതിലുണ്ടാകുന്ന ബന്ധന സാഹചര്യങ്ങൾ തകർച്ചുകളയാൻ കൊണ്ടിടയായി. ഹാലലിയ. ഇന്ന് ദുബായിൽ ചർച്ചുകളുണ്ടായി. ഹാലലിയ. മസ്കറ്റിൽ ചർച്ചുകളുണ്ടായി. ഹാലലിയ. അനേക സാഹചര്യങ്ങൾ നമുക്കുണ്ടായി. ഹാലലിയ. പിൽക്കാലങ്ങളിൽ ഹാലലിയ ഇതിലും വലിയ സാഹചര്യങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട അറബികൾ ക്രിസ്തുവിലേക്ക് വരുവാനിടയാകും. ദൈവത്തിന് പറയാൻ താമസം. അനേകം പേർ ക്രിസ്തുവിലേക്ക് വരുവാനിടയാകും. എന്തുകൊണ്ട് വരും? എൻ്റെ നിങ്ങളുടെ പ്രാർത്ഥന, എൻ്റെ നിങ്ങളുടെ ആത്മാർത്ഥമായ ദൈവിക ജാഗരണം, അത് ദൈവം കേട്ട് ദേശത്തിലുള്ള ലൂസിഫറിൻ്റെ വ്യാപാര മണ്ഡലങ്ങൾ, ഞാൻ നിങ്ങൾ കാണുന്നില്ല ലൂസിഫറിൻ്റെ മണ്ഡലങ്ങൾ, അല്ല ദേശാന്തര ശക്തികൾ, അത് ശക്തിയോടെ ദേശത്തെ ഭരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവൻ്റെ വ്യാപാര മണ്ഡലങ്ങൾ തോൽപ്പിക്കണമെന്നുള്ള നല്ല ഉദ്ദേശത്തോടുകൂടി ആ ഗിദെയോനെ പോലെ ഹാലലൂയ ഒളിച്ചിരുന്ന് വെയ്യുവാനുള്ള തീരുമാനങ്ങളും പ്രേഷ്ഠകളും എടുക്കുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പരാക്രമശാലിയെ എന്നുള്ള വിളി കേൾക്കുവാൻ തക്കവണ്ണം നല്ല വൈദ്യരെ, നല്ല വിശ്വാസിയെ, ദൈവസാന്നിധ്യമുള്ള സഹോദരി, ദൈവസാന്നിധ്യമുള്ള സഹോദര ദൈവം ഇടയാക്കും. അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളെ പോലെ തളരുവാനും തകരുവാനുമല്ല ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. വളരെ ശക്തിയോടെ മുന്നോട്ട് പോകണം. അതിനുവേണ്ടി നിങ്ങളെ സമർപ്പിച്ചു കൊടുക്കണം, അതിനുവേണ്ടി ഏൽപ്പിക്കണം. അനേകം പേർ ക്രിസ്തുവിന് വേണ്ടി ആയിത്തീരുവാൻ ഇടയാകണം. ഹല്ലേലൂയ. കാലങ്ങൾ അതിന് മുന്നോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ രാജ്യം സ്ഥാപിതമാകും. അതിൽ ഓരോരുത്തരും പങ്കാളിയാകുവാൻ ദൈവം ഇടയാക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരും ദൈവരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ദൈവസേനയിലായിരിക്കുന്നു. എനിക്ക് വേണ്ടി അവസരം ഒരുക്കി തന്ന വിലയേറിയ ദൈവദാസൻ്റെ ദൈവം അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യം നിറയുള്ള കാലത്തും ഉപേക്ഷിക്കാത്ത ദൈവം തന്നെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും അനുഗ്രഹ വിഷയമാക്കി തീരട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. താങ്ക് യു വാസ്. നമുക്ക് ദൈവസന്നിധാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദി ലോർഡ് ജീസസ്. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടരോട് നിന്നു വിജയം നേടുവാൻ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടരോട് നിന്നു വിജയം നേടുവാൻ. കേൾക്കാറായി തൽക്കാഹളധ്വനി നാം പോകാറായി ഈ പാർത്ഥലം വിട്ട്
തേജസ്സേറും പുരേ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർശ്വലം വിട്ട് തേജസ്സേറും പുരേ സൈന്യമേ ഉണർന്നിടുക ഒരു വിജയമെടുത്തു വിരുദു പ്രാപിക്കാം സിയോൻ സൈന്യമേ ഉണർന്നിടുക ഒരു വിജയമെടുത്തു വിരുദു പ്രാപിക്കാം അവർ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർശ്വലം വിട്ട് തേജസ്സേറും പുരേ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർശ്വലം വിട്ട് തേജസ്സേറും പുരേ പ്രത്യാശയിൽ വധിച്ചിടുന്നേ അങ്ങു ചെന്നു കാണുവാനൻ പ്രിയൻ പൊന്മുഖം പ്രത്യാശയിൽ വധിച്ചിടുന്നേ അങ്ങു ചെന്നു കാണുവാനൻ പ്രിയൻ പൊന്മുഖം കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർശ്വലം വിട്ട് തേജസ്സേറും പുരേ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർശ്വലം വിട്ട് തേജസ്സേറും പുരേ കഷ്ടം സഹിച്ചു നിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗസിയോനിൽ ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചു നിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗസിയോനിൽ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർശ്വലം വിട്ട് തേജസ്സേറും പുരേ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർശ്വലം വിട്ട് തേജസ്സേറും പുരേ ആനന്ദമേ നിത്യാനന്ദമേ അതിനോട് വാഴും കാലം എത്രയാനന്ദം ആനന്ദമേ നിത്യാനന്ദമേ അതിനോട് വാഴും കാലം എത്രയാനന്ദം അവർ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർശ്വലം വിട്ട് തേജസ്സേറും പുരേ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർശ്വലം വിട്ട് തേജസ്സേറും പുരേ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർശ്വലം വിട്ട് തേജസ്സേറും പുരേ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർശ്വലം വിട്ട് തേജസ്സേറും പുരേ സിയോനിൽ കാഹളം ഊതുവീൻ, ഒരു ഉപവാസം നിയമിപ്പീൻ, സഭായോഗം എടുപ്പീൻ, ജനത്തെ കൂട്ടിവരുത്തുവീൻ, സഭയെ വിശുദ്ധീകരിപ്പീൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവീൻ, പൈതങ്ങളെയും മുല കുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവീൻ. മണവാളൻ മണവരെയും മണവാട്ടിയുള്ളവരെയും വിട്ട് പുറത്തു വരട്ടെ. ഈ രാത്രികാലം കർത്താവിന്റെ ദാസനും കൂടെ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളെ കേൾക്കുവാന് സഭയായി ആവേനും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതിനായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. വിശുദ്ധീകരണം പ്രാപിക്കുവാൻ
പണിയുവാൻ, സഭയെ പണിയുവാൻ, ഏലിയാവിനെ പോലെ ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളെ കഴിക്കുവാൻ, ബാല ശക്തികളെ ജയിക്കുവാൻ, അശേര പ്രതിഷ്ഠകളെ ജയിക്കുവാൻ, പരാക്രമശാലികളായി തീരുവാൻ, ദൈവത്തിന്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധങ്ങളായി മാറ്റപ്പെടുവാൻ, ദുഷ്ടനെ ജയിപ്പാൻ, ജയാളികളായി തീരുവാൻ, പ്രത്യാശയുള്ളവരായി കർത്താവിന് വരവിന് വേണ്ടി കാത്തിരിപ്പാൻ, കർത്താവ് നമ്മെല്ലാവരെയും ശക്തീകരിക്കുന്നതിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. രാത്രികാലം കേട്ട ദൈവത്തിന്റെ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകാല ഒരു വിഷയം പറയാനുള്ളത്, ആമേൻ, നമ്മുടെ ആമേൻ ജയ്സമ്പതിൻ്റെ ചർച്ചിലെ പാസ്റ്റർ പ്രിൻസ് പാസ്റ്റർ വന്നിട്ടുണ്ട്. നാളെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ആമേൻ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആമേൻ ബർക്കയിലാണ് വെച്ചാണ് മീറ്റിംഗ് നടക്കുന്നത്. അവിടെ പോയി സംബന്ധിപ്പാനുള്ള ആമേൻ സ്തോത്രം സാഹചര്യമുണ്ട്. ആമേൻ അവിടെ പോയെന്നും പറഞ്ഞിട്ട് നാളെ രാത്രികാലം മീറ്റിങ്ങിന് കടന്നു വരാതിരിക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു. സ്തോത്രം. കർത്താവിൻ്റെ ദാസനെയും തൻ്റെ ശുശ്രൂഷകളെയും വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വ്യക്തികളായി കുടുംബങ്ങളായി കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതൊരു കുടുംബവും യാത്രയാകുന്നല്ലോ, തങ്ങളുടെ യാത്രയെയും കർത്താവ് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ജയ്സഭർ പ്രാർത്ഥിച്ചാട്ട്. നല്ല കർത്താവേ, സ്തോത്രം കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവുടെ രാത്രി സമയം കർത്താവ് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കടന്ന നിമിഷം ഇതുവരെ കർത്താവിന്റെ സാന്നിധ്യം കർത്താവ് ആരാധിക്കുവാനെല്ലാം കർത്താവ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവിനെ ബലപ്പെടുത്താൻ ശക്തീകരിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നത്. സംഘത്തിന് ദാനം ചെയ്തല്ലോ കർത്താവേ, കർത്താവിന് ദാസൻ കർത്താവ് സൃഷ്ടിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ കർത്താവേ, ഞാൻ കണ്ടുകളെ കൊടുത്തു കർത്താവേ, ഞങ്ങൾ സഹായം കർത്താവേ, സഹായകാശത്തെ സംസാരിക്കാൻ കർത്താവ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കടവചനം കാരണമാകാതെ കർത്താവേ, അതേ ഏറ്റെടുത്ത് കർത്താവേ, ദിവസങ്ങൾ ജീവിക്കാൻ കർത്താവ് സഹായിക്കണേ പ്രാർത്ഥിക്കും കർത്താവേ. വാസപ്രാർത്ഥന ഉണ്ടാകുന്ന ദിവസം കർത്താവേ, നിങ്ങൾ ഓരോ പ്രിയപ്പെട്ട കർത്താവ് സഹായിക്കുമ്പോൾ പ്രാർത്ഥന ദിവസങ്ങൾ നടക്കുന്ന മീറ്റിംഗുകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവേ. നിങ്ങൾ ഏവരും കടന്നു വന്ന കർത്താവ് വലിയ ആത്മീയ സന്തോഷം പ്രാപിക്കും കർത്താവ് സഹായിക്കണേ പ്രാർത്ഥിക്കും കർത്താവേ. ഈ വർഷത്തെ ആരംഭം ഇതുവരെയും കർത്താവ് സാധനം മത്സരക്കുറപ്പിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പുതുവർഷമാണെങ്കിൽ ദാനം ചെയ്യുന്ന കർത്താവേ, കർത്താവ് വേണ്ടി കൂടുതലായി പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. ഒടുവിലായ കർത്താവിന്റെ വചനം സംസാരിച്ച് കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവേ. ദാസന്റെ സൃഷ്ടമെല്ലാം കർത്താവ് മാനിക്കണേ ഒരുമിച്ചായിരിക്കുന്ന കർത്താവേ, ദാസനെ കർത്താവിന്റെ ഏറ്റവും സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പിരിഞ്ഞ ഭവനങ്ങളെ കണ്ടു പോകുന്ന കർത്താവ് മടക്കാത്ത കർത്താവ് കൂടെ പ്രാർത്ഥിക്കും കർത്താവേ. മീറ്റിംഗ് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവേ. വലിയ കർത്താവ് സഹായിക്കണേ പ്രാർത്ഥിക്കും കർത്താവ്. വിശിഷ്ട കർത്താവ് രാത്രി കർത്താവ് നാട്ടിലേക്ക് കടന്നു പോകുന്ന പ്രിയ പിച്ചാനെ കുടുംബത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവേ. ദാസനെ കർത്താവ് യാത്രകളെല്ലാം കൂടെ പ്രാർത്ഥിക്കും കർത്താവ്. കടന്നു പോകുന്ന വഴികളിലും കർത്താവ് കൂടെ പ്രാർത്ഥിക്കും കർത്താവ്. കർത്താവ് വഴി മാനവരിച്ചെടി കർത്താവ് സൂക്ഷിക്കണേ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമം തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. രാത്രികാലം ചെയ്യുന്ന ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ മനസാലി ഉടയ മഹോന്നത വന്ദനം നിനക്കാമേ. മനസാലി ഉടയ മഹോന്നത വന്ദനം നിനക്കാമേ. സകല ബുദ്ധിയും കവിഞ്ഞ ദൈവത്തിന് സമാധാനം. ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോട് വിശേഷിയാൽ അവിടുത്തെ ദാസനോടും തന്റെ ശുശ്രൂഷകളോടും കുടുംബത്തോടും കടന്നുമോചനത്തോടും യാത്രയാകുന്ന പ്രിയ വിഭവനോടും കുടുംബത്തോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് വരുന്നേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാട് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. നമുക്ക് സമാധാനത്തോടെ